എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ്, പണമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ജീവിതത്തിൽ സമാധാനം ഉണ്ടായാൽ മതിയായിരുന്നു. പലപ്പോഴും പണത്തിനും ഭക്ഷണത്തിനും സൗകര്യത്തിനുമൊന്നും പഞ്ഞമില്ലാത്ത ആളുകളിൽ നിന്നാണ് അധികവും ഇത് കേൾക്കാറുള്ളത്. സൗകര്യങ്ങളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഭാവനാ ലോകത്താണ് ജീവിക്കുന്നത്. അവർ വിചാരിക്കുന്നത് നമ്മുടെ പ്രയാസങ്ങൾക്കുള്ള കാരണം നമ്മുടെ വീട് ചെറുതായി പോയതാണ്, എന്റെ ഭർത്താവിന് നല്ല ജോലിയില്ലാതെ പോയതാണ്, കാര്യങ്ങൾ നിർവഹിക്കാൻ സമയാസമയം സാമ്പത്തികമായിട്ടുള്ള വരുമാനമില്ലാത്തതാണ് എന്നിങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് നേടിയെടുത്ത ആളുകൾക്കറിയാം, യഥാർത്ഥത്തിൽ സമ്പത്തിനും സൗകര്യത്തിനും അപ്പുറത്ത് മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവുമാണ് ഏറ്റവും പ്രധാനം എന്നത് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ ഗിന അൻ കസ്റത്തുൽ മാൽ വലകിന്നൽ ഗിന ഗിനൻ നഫ്സ്. ധന്യത എന്ന് പറയുന്നത് സമ്പത്ത് ഒരുപാട് കുമിഞ്ഞു കൂടുന്നതിന്റെ പേരല്ല ധന്യത. മറിച്ച് ആരുടെ മനസ്സാണോ ശാന്തതയടഞ്ഞ് സമാധാനമടഞ്ഞ് സ്വസ്ഥമായി ഉണർമയുള്ള ഹൃദയവും ശരീരവും ആർക്കാണോ ലഭ്യമാകുന്നത്, അവരാകുന്നു യഥാർത്ഥത്തിൽ ധന്യത നേടിയെടുത്ത ആളുകൾ എന്നാണ് പ്രവാചകൻ നമുക്ക് ഓർമ്മപ്പെടുന്നത്. നമ്മുടെ മുൻഗാമികൾക്ക് നമ്മൾ ധരിച്ച പോലുള്ള വസ്ത്രം ഉണ്ടായിട്ടില്ല. അവർ അത് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് വാങ്ങാൻ പോയത്. 14 കഷ്ണം വെച്ച് തുന്നിയ കോട്ട് ധരിച്ചുകൊണ്ടാണ്. വിശ്വാസികൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു, ഖലീഫക്ക് ഒരു നല്ല പുത്തനുടുപ്പെങ്കിലും ഉണ്ടായിരിക്കണം ഇതുപോലത്തെ ഒരു ദൗത്യത്തിന് പോകുമ്പോൾ എന്നത്. പക്ഷെ അത് തുറന്നു പറയാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അത് തുറന്നു പറഞ്ഞ ഇബ്നു അബ്ബാസിനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, താങ്കൾക്കറിയില്ലേ മുത്ത് റസൂലുള്ളാഹിയുടെ വേഷം, പ്രവാചകന്റെ വീട്ടിലെ ഭക്ഷണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ആസ്വദിച്ച പരിമിതമായ സൗകര്യങ്ങൾ താങ്കൾക്കറിയില്ലേ എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ ധരിക്കുന്ന പോലുള്ള വസ്ത്രമോ, നമ്മൾ വസിക്കുന്ന പോലത്തെ പാർപ്പിടമോ, നമ്മൾ കഴിക്കുന്ന പോലത്തെ വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും കഴിക്കാത്തവരാണ്. യുദ്ധയാത്രയിൽ ഭക്ഷണമില്ലാതെ വലഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഈത്തപ്പഴത്തിന്റെ കുരു അത് വായിലിട്ട് ചവച്ച് അതിന്റെ മുകളിൽ വെള്ളം കുടിച്ചു. ശഅബ് അബി ത്വാലിബിന്റെ തെരുവിൽ 2 കൊല്ലത്തിലധികം മക്കാ മുശ്രിക്കുകൾ ബഹിഷ്കരണം ഏർപ്പെടുത്തിയപ്പോൾ പച്ചിലയും പച്ചവെള്ളവും ഭക്ഷിച്ച് ആടുകൾ കാഷ്ടിക്കുന്ന പോലെ ഞങ്ങൾ കാഷ്ടിച്ചു. സൽമാനുൽ ഫാരിസി എന്ന നീണ്ട ആരോഗ്യ ദൃഗാത്രനായ യുവാവ്, അദ്ദേഹത്തിന്റെ കൂരയിൽ നീണ്ടു കിടന്നാൽ കാല് പുറത്തായിരുന്നു. അദ്ദേഹം നേർക്കുനേരെ എണീറ്റ് നിന്നാൽ തല മേൽക്കൂരയിൽ തട്ടുമായിരുന്നു. ഇത്രയധികം പ്രതിസന്ധികളുടെ ഇല്ലായ്മയുടെ വല്ലായ്മയുടെ കാലത്ത് ജീവിച്ച അവർ പരിപൂർണ ആത്മസംതൃപ്തിയിലാണ് കഴിച്ചു കൂട്ടിയത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എത്ര കാലമാണ് ജയിലിൽ കിടന്നത്. പക്ഷെ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്, അല്ലാഹുവേ, നീ എന്നെ പണം കൊണ്ട് പരീക്ഷിച്ചാലും, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചാലും, ആരോഗ്യം കൊണ്ട് പരീക്ഷിച്ചാലും, രോഗം കൊണ്ട് പരീക്ഷിച്ചാലും, എന്തുകൊണ്ടെല്ലാം എന്നെ പരീക്ഷിച്ചാലും നിനക്ക് ഹിതമുള്ള, നിനക്ക് ഇഷ്ടമുള്ള പ്രതികരണമല്ലാതെ, തൃപ്തിയല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിസന്ധികളുടെ ഇടയിലും അവർ സമാധാനത്തോടുകൂടെ ജീവിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, എന്റെ സ്വർഗം എന്റെ ഹൃദയത്തിനകത്താണ്. നിങ്ങൾക്ക് എന്നെ ജയിലിലടക്കാൻ പറ്റിയേക്കാം, പക്ഷേ എന്റെ മനസ്സിനെ വ്രണപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. എന്റെ സമാധാനത്തെ, എന്റെ സന്തോഷത്തെ നിങ്ങൾ എന്നെ ജയിലിലടച്ചു എന്നതുകൊണ്ട് ഒട്ടും കുറഞ്ഞു പോയില്ല. കാരണം എന്റെ ജന്നത്ത് എന്റെ ഹൃദയത്തിനകത്താണ്. എന്താണ് ആ ജന്നത്ത്? മസകിൻ അഹ്ലി ദുനിയ, ദുനിയാവിലെ ഒരുപാട് പാവങ്ങൾ. അവരാരാണ്? ഈ ദുനിയാവിൽ ഏറ്റവും രുചിയുള്ളത് നുകരാതെ മരിച്ചുപോയവരാണ്. എന്താണ് ഈ ലോകത്ത് ഏറ്റവും രുചിയുള്ളത്?
രുചിക്കാതെ മരിച്ചുപോയ മിസ്കീനുകൾക്ക് എന്ത് രുചിയാണ് നഷ്ടപ്പെട്ടു പോയത്? അൽ ഈമാനു ബില്ലാഹി വ മഹബ്ബത്തിഹി, അള്ളാഹുവിലുള്ള വിശ്വാസവും പടച്ചിറപ്പിലുള്ള ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ ഇല്ലായ്മയുടെ കാലത്ത്, വല്ലായ്മയുടെ കാലത്ത് മാനസിക ഐശ്വര്യത്തോടുകൂടി അവർ മുന്നോട്ട് പോകും. അതുകൊണ്ട് മനസ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും പ്രധാനം. നമുക്കെല്ലാം ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ട് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നമ്മുടെ കണ്ണുകൾ മുകളിലേക്കാണ്, താഴോട്ടല്ല എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ളവരിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. കൈയില്ലാത്തവരെ, കാലില്ലാത്തവരെ, കണ്ണില്ലാത്തവരെ, കാതില്ലാത്തവരെ, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് പടച്ചറമ്പ് നൽകിയ നിഅമത്തിനെ ബോധ്യപ്പെടും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ തിരിച്ചറിയാൻ ഏറ്റവും കരണീയമായത് നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കിയാൽ എപ്പോഴും അസംതൃപ്തിയായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറയാണ്, ആരാണ് എന്നിൽ നിന്ന് ചില വാക്കുകളെ സ്വീകരിക്കാനുള്ളത്? ഇൽമിനോട് അടങ്ങാത്ത ആർത്തിയുള്ള അബൂ ഹുറൈറ നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ റെഡിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന് കൊടുത്ത 5 ഉപദേശങ്ങളിൽ ഒരു ഉപദേശം എന്താണ്? പടച്ച റബ്ബ് നിനക്ക് വീതിച്ച് നൽകിയത് എന്താണോ, അത് ഇണയാകട്ടെ, മക്കളാകട്ടെ, വീടാകട്ടെ, സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, സൗന്ദര്യമാകട്ടെ, എന്താകട്ടെ, അത് നമുക്ക് ലഭിക്കുന്ന ഫീലിങ്സ് ആവട്ടെ, നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ കാര്യങ്ങളാകട്ടെ, അതിൽ നീ തൃപ്തിപ്പെട്ടാൽ ഏറ്റവും നല്ല ധനികനായി നിനക്ക് മാറാൻ പറ്റുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് നൽകിയതിൽ തൃപ്തിപ്പെട്ട് മനസ്സറിഞ്ഞ് ആസ്വദിച്ച് അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഒരു സമാധാനവും സംതൃപ്തിയും നേടിയെടുത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ആളുകൾ പലപ്പോഴും മോശപ്പെട്ട പല കാര്യങ്ങളിലേക്കുമാണ് സമാധാനം തേടിപ്പോകുന്നത്. മദ്യപിക്കുന്നവർ പറയുന്നു, മദ്യപാനം കൊണ്ട് എനിക്ക് സമാധാനം കിട്ടും, കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ അത് മറ്റൊരു സ്റ്റേജിലാണുള്ളത്. തുടങ്ങിയത് സമാധാനം കിട്ടാനായിരുന്നു. അഭിഹിതങ്ങളിൽ വ്യാപൃതരാകുന്ന ആളുകൾ പറയുന്നത്, ഇതിലൂടെ എനിക്ക് സമാധാനവും സന്തോഷവും കെയറും സംരക്ഷണവും വല്ലാത്ത സന്തോഷവും അനുഭവപ്പെടുന്നുണ്ട് എന്ന്. അതതിന്റെ തുടക്കമാണ്. അതിന്റെ ഒടുക്കം ദുരന്തമാണ്, പ്രയാസമാണ്, വേദനാജനകമായ അനുഭവങ്ങളാണ്. വഴിവിട്ട സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ പലവിധ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതിലൂടെ പണം ഒരുപാട് ഉണ്ടാക്കിയാൽ എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ച് ഹലാലും ഹറാമും നോക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾ കോടികൾ ബാധ്യതയായി പലരും ജീവനൊടുക്കി, പലരും നാടുവിട്ടു, പലർക്കും കുടുംബത്തിന് അവർ വലിയ ഭാരമായി മാറി. യഥാർത്ഥ സമാധാനം, സന്തോഷം എന്ന് പറയുന്നത് അത് ഏതിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത്? അത് മാനസിക സംതൃപ്തിയിലൂടെയാണ്. ഈ മാനസിക സംതൃപ്തി എന്തിലൂടെയാണ് ലഭിക്കുന്നത്? അത് ദീനിലൂടെയാണ്. ഒരു മനുഷ്യന് ദീനുണ്ടോ അയാൾക്ക് സന്തോഷകരമായ ജീവിതം ഉണ്ടാകും. അതിനർത്ഥം അയാൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നല്ല. ഒരു വിശ്വാസിക്ക് വല്ലതും ബാധിച്ചാൽ ഒരു വിശ്വാസി ഒരിക്കലും ചിന്തിക്കൂല, എന്തേ എനിക്ക് അങ്ങനെ ബാധിച്ചു, ഞാൻ നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ദഅവത്ത് നടത്തുന്ന, ഒരുപാട് ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരാളാണല്ലോ, ഈ പരിസരത്തെ ഏറ്റവും നല്ല കുടുംബം ഞങ്ങളാണല്ലോ, എന്നിട്ട് എന്ത് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നവർ ചിന്തിക്കുകയില്ല. അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. അവന് ഖൈർ വന്നെത്തിയാൽ അവൻ നന്ദി കാണിക്കും, അവന് പളപളപ്പ് കാണിക്കൂല. ഇതൊക്കെ എന്റെ പവർ കൊണ്ടും എന്റെ സ്കില്ല് കൊണ്ടും എന്റെ നേട്ടം കൊണ്ടും എന്റെ യോഗ്യത കൊണ്ടും ഒക്കെ നേടിയതാണ് എന്നവൻ വിചാരിക്കുകയില്ല. അവന് വിനയം കൂടും, അവൻ റബ്ബിന് ശുക്റുള്ളവനാകും. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, എന്നെ റബ്ബ് പരീക്ഷിക്കുകയാണ്, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല ഞാൻ നന്ദി കേട് കാണിക്കുമോ എന്ന് പരിശോധിക്കാനാണ് ഒരു പ്രവാചകനും കൊടുക്കാത്ത ചില
സ്വാധീനങ്ങൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ആ ഒരു മാർഗം സ്വീകരിക്കുന്ന വിശ്വാസി അവന് വല്ല അനുഗ്രഹങ്ങളും കിട്ടിയാൽ അവൻ ശുക്ർ കാണിക്കുകയും വല്ല പ്രയാസങ്ങളും നേരിട്ടാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യുന്നത്. അപ്പൊ പരീക്ഷിക്കപ്പെടുക എന്നത് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ കാഴ്ചപ്പാടിൽ രോഗം മാത്രമാണ് പരീക്ഷണം, കടങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമാണ് പരീക്ഷണം, അല്ലെ? ബുദ്ധിമുട്ടായിട്ട് നമ്മൾ പരിഗണിക്കപ്പെടുന്ന ക്രൈസിസുകൾ എന്തൊക്കെയാണോ അത് മാത്രമാണ് പരീക്ഷണം. എന്ന ഖുർആൻ എന്താ പറഞ്ഞത്? വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഷർറ് കൊണ്ടും ഖൈർ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന ഖുർആൻ പറഞ്ഞു. അപ്പൊ ഷർറും പരീക്ഷണമാണ്, ഖൈറും പരീക്ഷണമാണ്. ഷർറിന്റെ തേട്ടം സ്വബറാണ്, ഖൈറിന്റെ തേട്ടം ശുക്റാണ്. നിഅമത്ത് അല്ലാഹു നൽകുന്നത് ശുക്ർ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ്. ബലാഉം മുസീബത്തും അല്ല തരുന്നത് സ്വബർ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അപ്പൊ ഒരു ദീന് നമ്മൾ പാലിച്ചാലും നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ക്ഷമയോടെയും സഹനത്തോടെയും സദ്വിചാരത്തോടെയും സമചിത്തതയോടുകൂടെയും ശാന്തതയോടുകൂടെയും നമുക്ക് നിൽക്കാൻ പറ്റുമെന്നതാണ് ദീനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ല, നബിയെ അയ്യുന്നാസി അശദ്ദുൽ ബലാ, ജനങ്ങളിൽ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്നത് ആരാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാ, പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കി നിങ്ങൾ. അവർ അനുഭവിച്ചതിന്റെ ഒരു ചെറിയ അംശം പോലും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അത്രയും അധികം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, കുടുംബപരമായി, രാഷ്ട്രീയമായി, സാമൂഹികമായി പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ് പ്രവാചകന്മാർക്ക് നേരിടേണ്ടി വന്നത്. അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ആൾക്കാരെ പ്രവാചകന്മാർ. പക്ഷെ അവർക്ക് ഏറ്റവും അധികം പരീക്ഷണങ്ങളുണ്ട്. പിന്നെ ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ സ്വാലിഹൂൻ, പിന്നെ സ്വാലിഹീങ്ങൾക്കാണ്. പിന്നെ ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതുപോലെ ജീവിക്കുന്നവർക്ക്, അതുപോലെ ജീവിക്കുന്നവർക്ക്, അതുപോലെ ജീവിക്കുന്നവർ. അപ്പൊ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വൈവിധ്യമാർന്ന രൂപത്തിൽ ഏറ്റവും അധികം ഉണ്ടായത് പ്രവാചകന്മാർക്കാണ്. പക്ഷെ അവരാരും അസ്വസ്ഥമായില്ല. അവരാരും മാനസികമായിട്ടുള്ള പിരിമുറുക്കം അനുഭവപ്പെട്ടില്ല. കണ്ണുകൾ നിറയും, ഹൃദയം പിടക്കും. പക്ഷേ വലാ നഖൂൽ ഇല്ലാ മാ നർദാ റബ്ബുനാ, നമ്മുടെ റബ്ബിന് തൃപ്തിയില്ലാത്ത ഒരു വാക്കും ഈ നാവെന്ന് ചാടൂല എന്ന് റസൂൽ പറഞ്ഞത് എപ്പോഴാ? തന്റെ മൂന്നാമത്തെ ആൺകുട്ടിയും മരിച്ച സമയത്ത് റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. അപ്പൊ സ്വഹാബി ചോദിക്കുക, നബിയെ നിങ്ങൾ കരയാണ്? അപ്പൊ റസൂൽ പറയാണ്, കണ്ണുകൾ നിറയും, ഹൃദയം പിടക്കും. പക്ഷെ കൺട്രോൾ പോലെ കുട്ടിയെ, കൺട്രോൾ പോലെ. മനുഷ്യന്റെ കൺട്രോൾ പോകുന്ന പരീക്ഷണങ്ങൾ വന്നാലും റബ്ബിന് തൃപ്തിയില്ലാത്ത ഒരു വാക്കും ഈ നാവ് അങ്ങോട്ട് ചാടൂല എന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അല്ലാഹുവിന്റെ ദീനിലേക്ക് നാം എത്രത്തോളം അടുക്കുന്നു, നാം എത്രത്തോളം അതിനോട് ബാധ്യതയുള്ളവരാകുന്നു, എത്രത്തോളം പടച്ചിറപ്പുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധം നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോകുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ എല്ലാ ഖൈറും എല്ലാ ഷർറും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ പ്രാർത്ഥിച്ചത്, വഅസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി, എന്റെ ദീനിനെ നീ നന്നാക്കി തരണമേ. ദീനാണ് എല്ലാ കാര്യങ്ങളുടെയും അവലംബം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ബദറില് ആയുധവും ഭക്ഷണവും സന്നാഹവും, അല്ലെ, എക്സ്പീരിയൻസും തന്ത്രവും ഒക്കെ ആരുടെ കയ്യില? സത്യനിഷേധികളുടെ കയ്യില. പക്ഷെ വിജയം ആർക്കാണ് ഉണ്ടായത്? വിശ്വാസികൾക്കാണ് ഉണ്ടായത്. എന്തേ കാരണം? വിശ്വാസികളുടെ കൂടെ ദീനുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നിർവഹിച്ചു തരാൻ, അവിടെ നമുക്ക് കാവൽ നൽകാൻ, അവിടെ നമുക്ക് സമാധാനവും സ്വസ്ഥതയും നൽകാൻ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സംതൃപ്തിയും സന്തോഷവും സമാധാനവും കൺകുളിർമയും നൽകാൻ നമ്മുടെ ജീവിതത്തിൽ ദീനുണ്ടാകണം. ആ ദീനുള്ളവരാണ് നമ്മളെങ്കിൽ, ദീനുള്ളവരാണ് ഇണകളെങ്കിൽ, ദീനുള്ളവരാണ് മക്കളെങ്കിൽ സമാധാനം ആ വീട്ടിലുണ്ടാവും. പട്ടിണി കിടക്കുകയാണെങ്കിൽ. അതാ സ്വഹാബി വനിതമാർ തന്റെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ പറഞ്ഞത്, ഒന്നും കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വന്നോളൂ, രണ്ട് കൈയും നീട്ടി നിങ്ങളെ സ്വീകരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഹറാമ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരരുത്. കാരണം
നരകത്തിന്റെ തീ ഭക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ദീനുള്ള ഇണകളാണോ, ദീനുള്ള മക്കളാണോ, ഇല്ലായ്മയിലും നമുക്ക് ജീവിക്കാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സദസ്സിന് ഒരു ചോദ്യം ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിന് ചോദ്യം ചോദിക്കാം, വിശ്വാസിയെ ഖുർആൻ ഉപമിച്ച ഒരു മരമുണ്ട്, ഏതാണ് ആ മരം എന്നറിയോ? എല്ലാവരും സൈലന്റ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. വീട്ടിലെത്തിയപ്പോ കൊച്ചുകുട്ടിയായി ഇബ്നു ഉമർ ഇബ്നു ഖത്താബിനോട് പറഞ്ഞു, ഉപ്പ എനിക്ക് ആൻസർ അറിയാമായിരുന്നു. അപ്പൊ എന്താ മോനെ നീ അത് പറയാണ്ടിരുന്നു? വലിയ വലിയ സ്വഹാബത്തുള്ളിടത്ത് ഞാൻ ചെറിയ കുട്ടി വലിയൊരു ആളാവണ്ട എന്ന നിലയ്ക്ക് ഞാൻ മിണ്ടാതിരുന്നതാണ്. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാം, മകനെ നിനക്കത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അഭിമാനിക്കാമായിരുന്നല്ലോ. ഇന്ന് സ്വന്തം മക്കളുടെ പേരിൽ ജയിലിൽ കയറേണ്ടി വരുന്ന രക്ഷിതാക്കൾ, അല്ലെ, തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥ, നാടിലെ വീടും സ്ഥലവും എല്ലാം വിറ്റ് വേറെ നാട്ടിലേക്ക് പോകേണ്ട ഗതികേട് ആര് കാരണത്താൽ? മക്കൾ കാരണത്താൽ. ഇതെങ്ങനെ ഉണ്ടാകുന്നു? മതത്തിന്റെ അപര്യാപ്തതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മതം എത്രത്തോളം ആഴ്ന്നിറങ്ങുന്നുവോ, എത്രത്തോളം നമ്മൾ പടച്ചിറപ്പിന് നമ്മെ സമർപ്പിക്കുന്നുവോ, എത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം അള്ളാഹുവായി, അല്ലെ, നിസ്കാരത്തിലൊക്കെ നമ്മൾ പറയണം അള്ളാഹു അക്ബർ എന്നാണ്. അള്ളാഹുവാണ് അക്ബർ. എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്. എന്റെ ഇഷ്ടത്തെക്കാൾ, എന്റെ കുടുംബത്തെ ഇഷ്ടത്തെക്കാൾ, എന്റെ കൂട്ടുകാരുടെ ഇഷ്ടത്തെക്കാൾ, എന്റെ മറ്റ് ഏതിനേക്കാളും എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ്. ആ ഉച്ചരിക്കുന്നത് ജീവിതത്തിൽ ശരിക്കും സാക്ഷാത്കരിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. ഒന്നും പേടിക്കാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള തന്ത്രമാണ് സത്യത്തിൽ അത്, അല്ലെ. ഭൂമിക്ക് നമ്മളെ വിടുമ്പോ തന്നെ അള്ള പറഞ്ഞ കാര്യം അതാണ്. നിങ്ങൾ ഈ ഹുദയെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരൂല, നിങ്ങൾക്ക് ഭയപ്പെടരുത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞു പോയത് പലതും നമുക്ക് മറക്കാനാവാത്തതുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും തികട്ടി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ അസ്വസ്ഥനായിട്ടാണ് നേരം വെളുക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഹുദ, ദീന് പിൻപറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സൊരിക്കലും അസ്വസ്ഥമാവില്ല. കാരണം കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതെല്ലാം റബ്ബിന്റെ കിതാബിലുള്ള തീരുമാനമാണ്. അതെല്ലാം റബ്ബിന്റെ മശീഅത്താണ്, റബ്ബിന്റെ ഖദർ ഖദാഇന്റെ ഭാഗമാണ്. അതെല്ലാം നടന്നു കഴിഞ്ഞു. ഇനി ഞാൻ അതിനെ ഓർത്ത് വിഷമിച്ചിട്ട് എന്ത് കാര്യം? എല്ലാം റബ്ബിന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്നതിലൂടെ ഒരാൾക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഖുർആൻ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ഭയങ്ങളും നീക്കിത്തരുന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ആ ഖുർആൻ, ആ ദീന് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നതാണ് ഏറ്റവും പ്രധാനം. നോക്കൂ, പ്രവാചകന്മാരുടെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാ, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ. വമിൻ ദുർരിയതി, എന്റെ മക്കളെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, എന്തറിയോ? വലാ തമുദ്ദന്ന ഐനൈക, താങ്കളുടെ കണ്ണിനെ താങ്കൾ നീട്ടണ്ട. ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകൾക്ക് നൽകിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ദുനിയാവിന്റെ സൗകര്യങ്ങൾ കണ്ടിട്ട് നീ അതുമ്മ തന്നെ കണ്ണ് തറപ്പിച്ചു വെക്കണ്ട. ലക്ഷ്യം മാറും. നീ എന്ത് ചെയ്തോ? നീ ദീനിലേക്ക് മടങ്ങിക്കോ. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ, നിന്റെ കുടുംബത്തോട് നീ നിസ്കാരം കൽപ്പിച്ചോ, നീ ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോ. അത് ആരാധന നിർവഹിക്കാൻ, അത് കുടുംബത്തിൽ കൊണ്ടുവരാൻ എന്തെല്ലാം റിസ്ക് എടുക്കണോ ആ റിസ്ക് ഒക്കെ നീ എടുത്ത് ക്ഷമയോടെ മുന്നോട്ട് പോയിക്കോ. എന്നിട്ടല്ല പറയണ എന്താരോ? ലാ നസ്അലുക റിസ്ഖാ, നിന്നോട് ഞാൻ റിസ്ക് ചോദിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? നീ എനിക്ക് ഭക്ഷണം തരണ്ട എന്നല്ല അതിന്റെ അർത്ഥം. നിന്റെയും നിന്റെ മക്കളുടെയും ഭക്ഷണം നിന്റെ ബാധ്യതയല്ല. നിന്റെയും നിന്റെ മക്കളുടെയും ഭക്ഷണം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല, അത് ഞാൻ തരും. നഹ്നു നർസുഖുക, നിനക്ക് നാം ഉപജീവനം തരും. താങ്കൾ ഇബാദത്തിലേക്ക് ശ്രദ്ധിക്കുക, താങ്കളുടെ കുടുംബത്തെ ഇബാദത്തിലേക്ക് കൊണ്ടുവരിക, താങ്കൾക്കുള്ള റിസ്ക് ഞാൻ എത്തിച്ചു തരും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ അർത്ഥം ജോലിക്ക് പോകണ്ടാന്നോ,
ഫുള്ള് വിഭാഗത്തിൽ കഴിച്ചു കൂട്ടിയാൽ മതിയെന്നോ ഒന്നുമല്ല. നബി അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷെ നമുക്ക് ഉപജീവനത്തെ കുറിച്ച് ആശങ്ക വേണ്ടാണ്. ദുനിയാവിന്റെ കാര്യത്തിലേക്ക് കുനിഞ്ഞു പോകണ്ട എന്ന്. ദുനിയാവ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസവും നീങ്ങുമായിരുന്നു എന്ന് വിചാരിക്കേണ്ടാണ്. അള്ളയാണ് തരുന്നവൻ. ഹൃദയത്തിനുള്ള റിസ്ക്കും ശരീരത്തിനുള്ള റിസ്ക്കും നമുക്കുള്ള റിസ്ക്കും നമ്മുടെ മക്കൾക്കുള്ള റിസ്ക്കും ഒക്കെ തരുന്നവൻ പടച്ചവനാണ്. അതുകൊണ്ട് ആ റബ്ബിന്റെ ദീനിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷകരമാകും, സമാധാനപൂരിതമാകും. ഖുർആൻ സൂറത്തുൻ നഹ്ലിന്റെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ വലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ആരെങ്കിലും ഈമാനുള്ളവരായി സുഹൃതങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അവർക്ക് ഞാൻ ഹയാത്തുൻ ത്വയ്യിബ കൊടുക്കും. ഹയാത്തുൻ ത്വയ്യിബ കൊടുക്കും. ഇത് അള്ളാഹിന്റെ ഓഫറാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇത് അള്ളാഹിന്റെ ഓഫറാണ്. അള്ളാഹിന്റെ ഓഫറിന്റെ പ്രത്യേകത എന്താ? വല്ലാഹു ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹ് ഓഫർ ലംഘിക്കാത്തവനാണ്. അള്ളാഹ് വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ ഓഫർ എന്താ? ഓഫർ മൻ അമില സാലിഹൻ, ആരെങ്കിലും സുഹൃതം പ്രവർത്തിച്ചാൽ. ആരെങ്കിലും മീൻസ് മിൻ ദകരി ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ. വഹുവ മുഅ്മിനുൻ, ഈമാനുള്ളവനായിക്കൊണ്ട് സുഹൃത്തുക്കൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് നല്ല ജീവിതം തരാമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമ്മൾ പരിശോധിക്കുക, നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ, ശാരീരികമായ, കുടുംബപരമായ പ്രശ്നങ്ങൾ, നമ്മളും ദീനും തമ്മിലുള്ള ബന്ധം, ദീനിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒളിച്ചും മറച്ചും കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന ഒരു പരിശോധന അനിവാര്യമാണ്. കാരണം ഖുർആൻ പറയണ ആരെങ്കിലും ഉത്ബോധനത്തെ, ഈ ദീനിനെ, ഖുർആനിനെ അവഗണിച്ചാൽ അവന് കുടുസമായ ജീവിതം. ദീനിനെ അവഗണിച്ചാൽ കുടുസമായ ജീവിതം ഉണ്ടാവും. ദീനിനെ പരിഗണിച്ചാലോ എല്ലായിടത്തും ഓപ്പണിംഗ് ഉണ്ടാവും. ആരെങ്കിലും അള്ളാഹനെ സൂക്ഷിച്ചാൽ അവന്റെ എല്ലാ പ്രശ്നത്തിനും അള്ളാഹ് ഒരു പോംവഴി കാണിച്ചു. ആരെങ്കിലും അള്ളാഹനെ സൂക്ഷിച്ചാൽ അവന്റെ കാര്യം അള്ളാഹ് എളുപ്പമാക്കും. മനസ്സിലായില്ലേ? എന്ത് കാര്യങ്ങൾ എളുപ്പമാകാൻ സുഖമാകാനുള്ള വഴി എന്താ? ദീനാണ്. ആരെങ്കിലും പടച്ചോനെ സൂക്ഷിച്ച് നൽകാൻ സാധിക്കുന്നത് നൽകി ഖുർആനിനെയും തൗഹീദിനെയും സത്യപ്പെടുത്തി ജീവിച്ചാൽ അവന് നാം എളുപ്പത്തിലേക്ക് എളുപ്പം കൊടുക്കും. അടുത്തായിട്ട് എന്താ? വഅമ്മാമൻ ബഖില വസ്തഗ്നാ വകദ്ദബ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. ആരാണോ പിശുക്ക് കാണിക്കുന്നത്, ആരാണോ സ്വയം ധന്യത നടിക്കുന്നത്, ആരാണോ ഈ ഖുർആനിനെയും ലാ ഇലാഹ ഇല്ലല്ലാഹയും കളവാക്കുന്നത്, അവന് നാം പ്രയാസത്തിലേക്ക് എളുപ്പം കൊടുക്കും. മറ്റവന് എളുപ്പത്തിലേക്ക് എളുപ്പം കൊടുക്കും, ഇവന് പ്രയാസത്തിലേക്ക് എളുപ്പം കൊടുക്കും. ഓരോ ഡോറും പ്രയാസമായിരിക്കും. കല്യാണം കഴിച്ച അക്കമാർ വിചാരിച്ചു, പക്ഷെ കല്യാണം കഴിച്ചപ്പോ അതിനേക്കാൾ വലിയ പ്രശ്നം. മക്കളുണ്ടായ എല്ലാം ശരിയാവും വിചാരിച്ചു, മക്കളുണ്ടായപ്പോ അതിനേക്കാൾ ബുദ്ധിമുട്ടായി. ആ മക്കളും കൂടെ അതിന് ബലിയാടാനുള്ള അവസ്ഥ ഉണ്ടായി. ഇന്നിനി വേറെ പോയാലൊക്കെ ശരിയാവുന്ന വിചാരിച്ച് വീട് വെച്ച് വേറെ പോയപ്പോ അതിനേക്കാൾ ചൊറയായി. കാര്യങ്ങൾ ഇങ്ങനെ കുടുസമായി. എവിടെയാണ് അപര്യാപ്തത? ദീനിലാണ് അപര്യാപ്തത. അതുകൊണ്ട് എല്ലാ ബറക്കത്തും റഹ്മത്തും കുടികൊള്ളുന്നത് ദീനിലാണ്. അതുകൊണ്ടാണ് വൈവാഹിക ജീവിതം ആരംഭിക്കുമ്പോൾ ഉപാധി വെച്ചത് എന്താ? ദീനുള്ളവരെ സ്വീകരിക്കണം. പെണ്ണുങ്ങൾ വിചാരിച്ചത് പെണ്ണുങ്ങളെ മാത്രമല്ല. പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. കാരണം അവരിൽ നിന്നാണ് മക്കൾക്ക് കൂടുതൽ സ്വാധീനം ഉമ്മമാരില്ല ഉണ്ടാവുക. അതുകൊണ്ട് സ്ത്രീകൾക്ക് ആണുങ്ങളെക്കാൾ കുറച്ചും കൂടി ഒരു പ്രിഫറൻസ് അതിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ സ്ത്രീയെ കുറിച്ചും പുരുഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് ദീനുള്ളവരെ സ്വീകരിക്കണം.
ദീനുള്ളവരെ സ്വീകരിക്കണം. അതുകൊണ്ട് ദീനാണ് നമ്മുടെ എല്ലാറ്റിനുമുള്ള പരിഹാരമായിട്ടുള്ളത്. ദീനിലാണ് എല്ലാ സന്തോഷവും ഉള്ളത്. മനസ്സിലായോ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും കാരുണ്യം കൊണ്ടും നിങ്ങൾക്കിതാ അവന്റെ ഗ്രന്ഥം ഇറക്കപ്പെട്ടിരിക്കുന്നു. ഫബിദാലിക ഫൽയഫ്റഹൂ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സമാഹരിക്കുന്ന ഏതിനേക്കാളും ഏറ്റവും വലുത്, ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ദീനിലാണ്. ഏറ്റവും വലിയ സന്തോഷം ദീനിലാണ്. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹം രാജ്യം ഭരിക്കുന്ന കാലത്ത് രാത്രി ഉറങ്ങിയില്ല. അപ്പൊ അദ്ദേഹം കുറച്ചു നേരം കൈലൂല ഉറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോ, ഉറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ മോനെ വന്നിട്ട് ചോദിച്ചു, അല്ലപ്പ നിങ്ങൾ ഉറങ്ങാന്ന് ചോദിച്ചു. ഞാൻ രാത്രി ഉറങ്ങിയില്ല, അപ്പൊ ഞാൻ കുറച്ചു നേരം ഒന്ന് ഉറങ്ങട്ടെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ മകൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും നീതി തേടി വന്നാൽ, ഏതെങ്കിലും ആക്രമിക്കപ്പെട്ടവന് വല്ലതും ചോദിച്ചു വന്നാൽ, നിങ്ങളുടെ ആ ഒരു അധികാരം, നിങ്ങളുടെ ആ ഒരു ചുമതല നിങ്ങൾക്ക് എങ്ങനെ നിർവഹിക്കാൻ പറ്റും? അപ്പൊ അദ്ദേഹം മകനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മകന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയും. എനിക്ക് എന്റെ ദീനിൽ എന്നെ സഹായിക്കുന്ന മകനെ നൽകി അള്ളാഹുവെ, നിനക്കാകുന്ന സർവസ്തുതിയും എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ. ഇതിനേക്കാൾ വലിയ സ്വത്ത് നിങ്ങളുടെ കയ്യിൽ നോട്ടിന്റെ കെട്ടുകൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവച്ചാൽ, എന്നാലും നമ്മളത് ഉപയോഗിക്കാൻ പേടിയായിരിക്കും. ഓപ്പതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതിവിടെ വാങ്ങി ചെലവാക്കിയാൽ ചിലപ്പോൾ മിക്കവാറും പണിയാവും, അല്ലെ? ഒരു നിർഭയത്വത്തോടുകൂടെ ചെലവാക്കാൻ പറ്റില്ല. എന്നാൽ സ്വന്തം മക്കളിൽ ദീന് പുലർന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, സ്വന്തം വീട്ടിൽ ദീന് പുലർന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇണകളെ സ്വീകരിക്കുമ്പോൾ ദീന് നോക്കണം എന്ന് പറഞ്ഞു. നമുക്ക് നല്ലൊരു ദീനുള്ള പെണ്ണിനെ മാത്രല്ല, നമുക്ക് നല്ല ദീനുള്ള ഒരു പെണ്ണിനെ, നമുക്ക് നല്ല ദീനുള്ള ഒരു ആണിനെ എന്നതല്ല, നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഉപ്പയും നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഉമ്മയും ആകാൻ പറ്റിയ ഒരാളെ സെലക്ട് ചെയ്യണം എന്നാണ് ദീൻ ഇസ്ലാം പറയുന്നത്. മാത്രവുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, വീട് ആ വീട്ടിൽ ഇസ്ലാം കൊണ്ടുവരണം, ആ വീട്ടിൽ ഇസ്ലാം കൊണ്ടുവരണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഖബർസ്ഥാനാക്കരുത്, അവിടെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. പള്ളിയിൽ നിന്ന് ജമാഅത്ത് നമസ്കരിച്ച് പോകുന്ന ആളുകൾ വീട്ടിലേക്ക് നമസ്കാരത്തിന്റെ ഒരു ഓഹരി മാറ്റിവെക്കണം, അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ട്. അതായത് സുന്നത്ത് നിസ്കാരം നിങ്ങൾ വീട്ടിലേക്ക് മാറ്റിവെക്കണം, അതിൽ ഖൈറുണ്ട്. അല്ലാഹുവിന് ദിക്റെടുക്കുന്ന വീടും ദിക്റെടുക്കാത്ത വീടും ജീവിച്ചിരിക്കുന്നതും മരിച്ചിരിക്കുന്നതും പോലെയാണ്. ദിക്റില്ലാത്ത വീട് ശ്മശാനമാണ്, ദിക്റുള്ള വീട് ജീവസുറ്റ വീടാണ്. അവിടെ നോക്കുന്ന ദീനാണ്. ആരാ നല്ല ഭർത്താവ്? ഭാര്യ ഉറങ്ങുമ്പോ വെള്ളം തെളിച്ച് വിളിച്ചോടും, റഹിമല്ലാഹു റജുലൻ, അള്ളാഹു ഒരു പുരുഷന് കരുണ ചൊരിയട്ടെ. എന്തേ? രാത്രി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യനെ വിളിച്ചപ്പോ അവളെ തിരിഞ്ഞു നടന്നു. മൂപ്പര് ഒന്നെടുത്ത് വന്നിട്ട് ആ വെള്ളം തെളിച്ചിട്ട് അവളെ വിളിച്ചെണീച്ചു. എന്നിട്ട് രണ്ടാമത് നിസ്കരിച്ചു. റഹിമല്ലാഹു റജുലൻ, ആ ഹസ്ബൻഡിന് അള്ളാഹ് കരുണ ചൊരിയട്ടെ. റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിന് അള്ളാഹ് കരുണ ചൊരിയട്ടെ. എന്തേ? അന്ന് പെണ്ണാ നേരത്തെ എണീറ്റ്, ഭർത്താവ് ഉറങ്ങാണ്, വെള്ളം തെളിച്ചിട്ട് വിളിച്ചോടുത്തി, രണ്ടുപേരും നിസ്കരിച്ചു. റഹിമല്ലാഹു ഇംറഅതൻ, ആ സ്ത്രീക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ. അപ്പൊ നോക്കി, നിങ്ങൾ വീട്ടിൽ പരസ്പരം ദീനു കൊണ്ട് സഹായിക്കാൻ, ദീനിൽ വീട്ടിൽ ദിക്ർ ഉണ്ടാവാൻ, വീട്ടിൽ ഖുർആൻ പാരായണം നടത്താൻ, വീട്ടിൽ നല്ല നല്ല കാര്യങ്ങൾ മുഴങ്ങിക്കേൾക്കാൻ, ദീനിന് നിരക്കാത്ത കാര്യങ്ങളെല്ലാം, റഹ്മത്തിന്റെ മലക്ക് തടയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ, വീട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദീൻ തന്നെയാണ് എല്ലാ രംഗത്തുമുള്ള സബബ്. വിവാഹം ആരംഭിക്കുന്ന എന്തുകൊണ്ടാണ്? ദീനുകൊണ്ടാണ്, അല്ലെ? വൈവാഹിക ദാമ്പത്യം ആരംഭിക്കുന്ന എന്തുകൊണ്ടാണ്? ദീനുകൊണ്ടാണ്. വിവാഹം ആരംഭിക്കുന്നത് ദീനിയായ ചിട്ടവട്ടങ്ങളിലൂടെ, ഭാര്യ-ഭർത്തൃ ബന്ധം ആരംഭിക്കുന്നത് ദീനിയായ ചിട്ടവട്ടങ്ങളിലൂടെ. ആദ്യമായി ഒരു പുതിയതിനെ കൊണ്ടുപോയാൽ
അവിടെ കുറെ ദീനിയായ സുന്നത്ത് പാലിക്കാനുണ്ട്. അവർ അവരുടെ ആദ്യത്തെ കണ്ടുമുട്ടലിൽ ദീനിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പാലിക്കാനുണ്ട്. അവരവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെയും പ്രാർത്ഥനയും ദിക്റുകളും ദുആകളും ഇസ്ലാം അനുശാസിച്ച മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നിർവഹിക്കണമെന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും ദീനാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ നാം ആ ദീന് പാലിക്കുക. മഹാനായ യഹ്യ ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹ് പറയാണ്, സലാത്ത് ലാ തകൂൻ ഫീ ബൈത്തിൻ ഇല്ലാ നുജിഅത് മിൻഹു അൽ ബറക. ഒരു വീട്ടിൽ നിന്ന് ബർക്കത്ത് ഊരപ്പെടുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് അസ്സറഫ്, അതെന്താണ്? ദുർവിനിയോഗം. 2 വസിന, വ്യഭിചാരം. 3 വൽ ഖിയാന, വഞ്ചന. അപ്പൊ 3 ദീന് ഹറാമാക്കിയ കാര്യം. ഈ 3 ദീന് ഹറാമാക്കിയ കാര്യങ്ങൾ വീട്ടിലേക്ക് കടക്കുമ്പോ ആ വീട്ടിലെ ബറക്കത്ത് ഊരപ്പെടുമെന്നാണ് പറയുന്നത്. മനസ്സിലാവേണ്ടത്. അതുകൊണ്ട് തന്നെ ദീന് പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും സമാധാനകരമായ സന്തോഷകരമായ ജീവിതത്തിനുള്ള ഒരു ഉപാധിയായി. ദീനുള്ളവർക്ക് ജീവിക്കുക എളുപ്പമാണ്. പരസ്പരം പെരുമാറാനും സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇനി എന്തെങ്കിലുമൊക്കെ സൗന്ദര്യപ്പണക്കം ഉണ്ടെങ്കിലും നമ്മളെ പോലത്തെ ഏതെങ്കിലും ഒരാളെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയാലും പരിഹാരം പറഞ്ഞു കൊടുക്കാനും സുഖമാണ് ദീന് പാലിക്കുന്നവർക്ക്. നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞതല്ലേ? ആണോ റസൂൽ അങ്ങനെ പറഞ്ഞത്? പരിഹാരമായി. പിന്നെ അവിടെ ഒന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ വിശ്വാസിക്ക് അതന്നെയാണ്. അതുകൊണ്ട് ദീൻ ഉണ്ടായാൽ ജീവിക്കാൻ എല്ലാ നിലക്കും സൗകര്യമാണ്. ഒരു മോശപ്പെട്ട പെരുമാറ്റമോ ഒരു മോശപ്പെട്ട ഇടപെടലോ എന്തെങ്കിലും തരത്തിലുള്ള കുത്തുവാക്കുകളോ ഒരു പോരായ്മ, ഒരു പറ്റിക്കൂടായ്മ, ഒരു കണ്ടുകൂടായ്മ, ഒരു തൊട്ടുകൂടായ്മ, ആരൊക്കെയോ പെടുത്തി എന്ന മാനസികാവസ്ഥയിൽ വലിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ, എങ്ങനെയും മരിക്കോളം ജീവിക്കട്ടെ, കുട്ടികളായി പോയില്ലേ എന്ന ഒരു വിഷമം, അങ്ങനൊന്നുമില്ല. പൂർണ്ണമായിട്ട് സമാധാനത്തിൽ സന്തോഷത്തിൽ ഇണങ്ങി സ്നേഹിച്ച് തൃപ്തിയോടെ മുന്നോട്ട് പോകാൻ പറ്റും ദീനുണ്ടെങ്കിൽ. കാരണം ദീനുള്ളവർ നോക്കുന്നത് ഹൃദയത്തിലാണ്. ദീനുള്ളവർ പരിഗണിക്കുന്നത് അയാളുടെ സ്വഭാവമാണ്, അയാളുടെ പെരുമാറ്റമാണ്, അയാൾ നൽകുന്ന കരുണയും സ്നേഹവും വാത്സല്യവുമാണ്. അല്ലാത്തവർക്ക് കുറെ ഭൗതികമായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, ഭൗതികമായ കുറെ പരാതികൾ ഉണ്ടാവും. ദീനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതികതയേക്കാൾ അവർക്ക് വലുത് ആഖിറമാണ്. അതുകൊണ്ട് ആ ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജമഅ അല്ലാഹു ശംലഹു. ആരെങ്കിലും ആഖിറത്ത് ലക്ഷ്യം വെച്ചാൽ അവന്റെ കാര്യം അള്ളാഹ് ഒരുക്കൂട്ടി കൊടുക്കും. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു പോകാനുണ്ട്, ആ കാര്യങ്ങളൊക്കെ അള്ളാഹ് കണ്ട് ശേഖരിച്ചെന്ന് എന്ത് സുഖ അല്ലെ? നമ്മളിത് ഒക്കെ കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൂട്ടി വരുമ്പോഴത്തേന് ആകെ കൂടെ തളർന്നു പോകും. അതും നമ്മൾ വിചാരിച്ച പോലെ നടന്നോണമെന്നില്ല. അള്ളാഹു ഇങ്ങനെ ഒരുക്കൂട്ടി തന്നാൽ ഭയങ്കര കാര്യമാണ്. അള്ളാഹ് ഒരുക്കൂട്ടി തരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് റസൂൽ പറഞ്ഞത്, മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജമഅ അല്ലാഹു ശംലഹു. അവന്റെ കാര്യം അള്ളാഹ് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി. അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ധന്യത നിറച്ചു കൊടുക്കും. വഅതതുഹു ദുനിയാ വഹിയ റാഗിമ. ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരും. ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരും. കാരണം ഓന്റെ ലക്ഷ്യം ആഖിറത്താണ്. അതുകൊണ്ട് ഓന് ദുനിയാവ് കെട്ടിടുക എന്നുള്ള പടച്ചോന്റെ അജണ്ടയല്ല. ദുനിയാവ് ആരുടെ അജണ്ടയാണോ ഓനെ ദുനിയാവ് കെട്ടിടും. ഓനതിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടേ നോക്കും. മനസ്സിലായോ? തെറ്റിന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്താ അറിയോ? വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള. ഓന്റെ ഉള്ളിൽ അത് മാത്രമായിരിക്കും ചിന്ത. അതിനുള്ള ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, അവസരങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ, അത് മാത്രമായിരിക്കും അതിന്റെ ഉള്ളിലെ ചിന്ത. അതാ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞത്, ഈ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ വലഹും അദാബുൻ അദീം. അല്ലാഹു പറഞ്ഞേ എന്ത്? അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദ. അല്ലാഹ് അവരുടെ രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇമാം നാസിർ സഅദി അതിന്റെ തഫ്സീർ പറയുന്നുണ്ട്, ഉഖൂബത്തുൽ മഅസിയ, തെറ്റിന്റെ ശിക്ഷയാണ് തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്തു പെരുപ്പിക്കാറ്. എത്ര കുടിച്ചോന് നാളെ അത്ര പോരാ, കുറച്ചും കൂടെ കുടിക്കണം, പിന്നെ കുറച്ചും കൂടെ കുടിക്കണം, പിന്നെ ഒരു കുപ്പിന്നെ ഒരുമിച്ച് മോന്തണം.
മനസ്സിലായോ? അപ്പൊ ദുനിയാവിന്റെ പിന്നാലെ, ഹറാമുകളുടെ പിന്നാലെ, പിശാചിന്റെ പിന്നാലെ നമ്മൾ പോകാൻ തിരിഞ്ഞാല് ആ ദുനിയാവ് അങ്ങോട്ട് കെട്ടിടും. എന്നാൽ ആഖിറത്ത് ലക്ഷ്യം വെച്ചാലോ എല്ലാം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ബർക്കത്തുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കുക, നമ്മുടെ വിശ്വാസം ദീനിന് നിരക്കുന്നതാണോ, അതിൽ വല്ല അപാകതയും കടന്നുകൂടുന്നുണ്ടോ? നമ്മുടെ കർമ്മങ്ങൾ അത് ദീനിന് നിരക്കുന്നതാണോ, ദീനിന് നിരക്കാത്തതാണോ? പലവിധ വേഷങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ആ വേഷങ്ങൾ നമുക്ക് അനുവദനീയമാണോ അത് നോക്കണം. മുആമലാത്തിൽ നമുക്ക് എന്തും ഹലാലാണ്. പക്ഷെ അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ കടന്നുകൂടരുത്. ഇബാദത്ത് നമുക്ക് എല്ലാം ഹറാമാണ്. അള്ളാഹും റസൂലും പറഞ്ഞത് മാത്രമാണ് ഇബാദത്ത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ബറാഅത്ത് നോമ്പ് നോൽക്കാത്തത്, മിഅ്റാജ് നോമ്പ് നോൽക്കാത്തത്, നബിദിനാഘോഷം ആഘോഷിക്കാത്തത്, ആചരിക്കാത്തത്. അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിക്കാനുള്ളത് കഴിക്കാത്തത്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ദീനില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ദീന് പറഞ്ഞ രീതിക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആരാധനകൾ ദീനിൽ എന്താണോ പറഞ്ഞ അത് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ മുആമലാത്തുകൾ നമുക്ക് അല്ലാഹു ഹറാമാക്കിയത് കടന്നുകൂടരുത് എന്നതാണ്. അപ്പൊ വേഷം നമുക്കാകാം, പക്ഷെ വേഷത്തിൽ അല്ലാഹ് ഹറാമാക്കിയത് കടന്നുകൂടാ. അപ്പൊ നമ്മൾ പരിശോധിക്കണം. സമ്പത്ത് നമുക്ക് കച്ചവടമാകാം, പക്ഷെ അല്ലാഹ് ഹറാമാക്കിയ ഉപാധികൾ ഉണ്ടാകരുത്. അധ്വാനിച്ച് എത്രയും കാശുണ്ടാക്കാം, അധ്വാനമില്ലാത്ത കാശ് ഹലാലല്ല. ലോട്ടറി ഹലാലല്ല, ലഹരി വിൽപ്പന ഹലാലല്ല, മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടും കബളിപ്പിച്ചുകൊണ്ടും കവർച്ച നടത്തിക്കൊണ്ടും ഉണ്ടാക്കുന്ന സമ്പാദ്യം ഹലാലല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ രംഗത്ത് പാലിക്കുക. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും പാലിച്ചു പോകുന്നവർക്കുണ്ടാകുന്ന സന്തോഷവും സമാധാനവും ബർക്കത്തും അത് വേറെ തന്നെ. സംതൃപ്തിയുടെ സ്വകാര്യം, രഹസ്യം, സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദീൻ. ദീനാണ് സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. ദീനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2 വയസ്സുള്ള കുട്ടി പൊള്ളലേറ്റ് മരിച്ചപ്പോ ബാപ്പ സ്റ്റാറ്റസ് വെച്ചത് അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ കുഞ്ഞിനെ അല്ലാഹ് തിരിച്ചു വിളിച്ചിരിക്കുന്നു. എന്താ കിട്ടിയത്? സ്വർഗത്തിലൊരു വീട്. ആ വീടിന്റെ പേര് ബൈത്തുൽ ഹംദ്. അൽ ഹംദ് എന്ന പേരുള്ള ഒരു വീട് ആർക്കുള്ളതാണ്? കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയ രക്ഷിതാക്കൾക്കുള്ളതാണ്. അപ്പൊ ദീന് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു ആശ്വാസ സമാധാനം മറ്റൊന്നുകൊണ്ടും കിട്ടൂല. ആ ദീന് വരുമ്പോ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ്, ദുനിയാവിൽ നിങ്ങൾക്കുള്ള സന്തോഷം, അത് നിങ്ങളുടെ കുടുംബം, അത് നിങ്ങൾക്ക് സന്തോഷമാണ്, സെക്കനാണ്, മവദ്ദത്തും റഹ്മത്തുമുള്ളതാണ്, നിങ്ങൾ അതിൽ സമാധാനം അടഞ്ഞോളൂ. ലിതസ്കുനു ഇലൈഹ, അവനിൽ നിങ്ങൾ സമാധാനമടയാൻ എന്നൊക്കെ പറഞ്ഞത് കിട്ടണമെങ്കിൽ ദീന് വേണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ജോറായിട്ട് കല്യാണം നടക്കും. ഈ കല്യാണം കഴിക്കുന്ന ആണിനും പെണ്ണിനും അറിയില്ല എന്താ കല്യാണത്തിന്റെ സീരിയസ്നെസ്. അതുകൊണ്ട് ഇട്ട് നിക്കറും ബാഗും വെള്ളക്കുപ്പിയൊക്കെ ആയിട്ട് വന്നു പുതിയതിനെ കൊണ്ടാണ് ഒരു സ്കൂൾ കുട്ടിയുണ്ട്. വേറത്തെ JCBന്റെ കൊട്ടയില്, വേറത്തെ മറ്റേ അറബിയ വണ്ടിയിൽ മറ്റേ മെറ്റൽ കൊണ്ടുപോകണം, മണ്ണ് കൊണ്ടുപോകണം ആ വണ്ടിയിൽ. അപ്പോൾ ഇത് കൂമാടാനൊരു അവസരമാണ് എന്ത്? കല്യാണം. പെൺകുട്ടികൾക്കും തന്നെ ഭർത്താവിന് തിരയുമ്പോ ബുള്ളറ്റ് വേണം. ഇവിടെ കേരളത്തിൽ നിന്നാ പോലെ കുറെ കാലം ഇവിടെ ഈ കടപ്പുറത്ത് ചെന്നിട്ട് യൂറോപ്പ് കൊണ്ടുപോകണം, അല്ലെ? ഒന്നുമില്ലെങ്കിൽ മിനിമം ദുബായ്ക്കയും കൊണ്ടുപോകണം. അങ്ങനെയുള്ള കുറെ നിബന്ധനകളാണ്. എന്തിനാണിത് എന്നുള്ള ഒരു ബോധവുമില്ല. സത്യത്തിൽ ഇതെന്താണ്? ഇതൊരു ഇബാദത്താണ്. വിവാഹം ഒരു ഇബാദത്താണ്. വിവാഹം ചെയ്യുന്നതോടെ ദീന് പാതി പൂർത്തിയായി നമ്മുടെ. മനസ്സിലായില്ലേ? പിന്നെ ഇതൊരു ഉത്തരവാദിത്വമാണ്. മീസാക്കന ഫലീദ, ചുമതലയാണ്, ബാധ്യതയാണ്. 18 കൊല്ലം ഒരു പെണ്ണിനെ പോറ്റി ഉപ്പ. ആ ഉപ്പ എന്തെല്ലാം ചെയ്തു കൊടുത്തോ അതിനേക്കാൾ കൂടുതൽ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ഭർത്താവിന്. മരിക്കുമ്പോ റസൂൽ പറഞ്ഞു, നിസാഉക്കും നിസാഉക്കും നിസാഉക്കും, നിങ്ങളുടെ പെണ്ണുങ്ങൾ, നിങ്ങളെ പെണ്ണുങ്ങൾ, നിങ്ങളെ പെണ്ണുങ്ങൾ.
സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. വത്തഖുല്ലാഹ ഫീ നിസാഇക്കും, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ബാധ്യതയാണ്, ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. കളിപ്പാട്ടം പോലെ തട്ടിക്കളിക്കാനുള്ളതല്ല. വേണമെങ്കിൽ നിന്നോ വേണ്ടെങ്കിൽ പോയിക്കോ എന്ന് പറയാനുള്ളതല്ല. ദേഷ്യം പിടിക്കുന്നതിനനുസരിച്ച് തമാശക്ക് പറഞ്ഞാലും കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാണ് എന്ത് ത്വലാഖ്. കാര്യത്തിൽ പറഞ്ഞാലും തമാശക്ക് പറഞ്ഞാലും കാര്യമാണ്. അത്രയും ഗൗരവമാണ്. അപ്പൊ ഈ ഒരു ചുമതലാ ബോധമില്ലാതെ, ഉത്തരവാദിത്വ ബോധമില്ലാതെ, വൈവാഹിക ജീവിതത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടില്ലാതെ കുറെ ആളുകളെ 3-4 ദിവസം തീറ്റിപ്പോറ്റി ആഘോഷമായി നടത്തിയിട്ട് പിന്നെ അടിയും വക്കാണും കുത്തുവാണ്. എന്തേ അവിടെയാണ് ആഘോഷം, സദ്യ, ഓരോരുത്തർ അവന് കഴിയുന്ന രൂപത്തിൽ വലീമ കൊടുക്കുക. വലൂബി ഷാത്തിൻ, ഒരാടെങ്കിലും. അതൊരു പ്രൗഢി കാണിക്കാനുള്ളതല്ല, അതൊരു അഹന്തയുടെ ഒരു ചിഹ്നമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. അതിനുള്ള അല്ല, മറിച്ച് അതും ഒരു പുണ്യം കിട്ടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലീമ, ആ സുന്നത്ത് നിർവഹിക്കുന്നതിലൂടെ എത്ര കോടികൾ ചെലവാക്കി, ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ആൾക്കാർ ആ പുണ്യങ്ങൾ വേസ്റ്റ് ആക്കി കളയാൻ. കാരണം എന്താണ്? പവർ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യണത്. അതുകൊണ്ട് അവിടങ്ങളിലൊക്കെ നമ്മൾ പാലിച്ചു പോകേണ്ട കാര്യമാണ് സത്യത്തിൽ ഈ ദീനിയായ വശം. ദീനിന്റെ അപര്യാപ്തതയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കുറവുകളും കുഴപ്പങ്ങളും സംഘട്ടനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. കല്യാണം കഴിഞ്ഞപ്പോ കാണാൻ ഉഷാറയില്, കുറച്ച് കഴിഞ്ഞപ്പോ കുഴപ്പങ്ങൾ ഉണ്ടായി. എന്തേ പ്രശ്നം? ഭാര്യയുടെ പക്കൽ നിന്ന് എന്തോ അബദ്ധം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്ത് എന്തോ അബദ്ധം, അല്ലെങ്കിൽ അയാളിൽ സംഭവിച്ച എന്തെങ്കിലുമൊക്കെ വേറെ പലവിധ കാര്യങ്ങൾ. ഇതൊക്കെ കുടുംബത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ അടിയും വക്കാണവും കലഹങ്ങളുമായി അവസാനം ത്വലാഖിൽ കലാശിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദ്യം പാലിച്ച ശ്രദ്ധ പിന്നെ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് കല്യാണ സമയത്ത് മാത്രമല്ല, മരിക്കോളം. മരിക്കോളം അള്ളാനെ ആരാധിച്ചുകൊണ്ടേ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, പിന്നീട് നീ ഇസ്തിഖാമത്തോടുകൂടെ അടിയുറച്ചു നിൽക്കണം. നബിന്റെ അടുത്ത് ഒരാൾ വന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഉപദേശം ചോദിച്ചു. നബി പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ പറഞ്ഞോ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മ ഇസ്തഖിം, പിന്നീട് നീ അതിൽ ഇസ്തിഖാമത്തോടുകൂടെ അടിയുറച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ഇന്ന് പല സിറ്റുവേഷൻസ് ആണ് വഴികേടിലേക്ക് പോകാൻ. വളരെ നല്ല ജോലിയും ഏർപ്പാടൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു യുവാവ് ബിസിനസ് പർപ്പസിൽ ബോംബെയിൽ വന്നിറങ്ങി കൂട്ടുകാരൊപ്പം. ജീവിതത്തിൽ ഇതുവരെ അദ്ദേഹം പോയിട്ടില്ലാത്ത ചില പബ്ബിലും ക്ലബിലും ഒക്കെ അദ്ദേഹം പോയി, പല ലഹരിയും ഉപയോഗിച്ച്, പല ഇതര സ്ത്രീകളോടൊപ്പം നൃത്തം വെച്ച്, അയാളുടെ തൊഴിൽ പോയി, അയാളുടെ മക്കള് പോയി, അയാളുടെ ബുദ്ധി പോയി. അപ്പൊ ചതിക്കുഴികളെ നല്ലോണം സൂക്ഷിക്കണം. പിശാചും അവന്റെ കൂട്ടാളികളും എല്ലാ നിലക്കുമുള്ള തയ്യാറെടുപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളെ ചിത്രമാക്കാനും അവിഹിത ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനുമാണ് ശൈത്താൻ ശ്രമിക്കുന്നത്. അവിടെ പുറത്തൊക്കെ പോയി എന്ത് സ്നേഹാറികള്. എന്നാ പുതിയാപ്പിളും പുതിയൊന്നും വന്നിട്ട് കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഒരു കച്ചറോടിയിട്ട് വയ്ക്കാൻ പോകും. മഴ പോരിക്കുകയാന്ന് ഓരോ രാവിലെ വന്ന് വെയില് പോയി മഴ പെയ്ത് ഒന്നും ഒരു പ്രശ്നമില്ല, അങ്ങനെ ഇരിക്കും. ഒട്ടിച്ചമായിരുന്നു. എന്ത് അവിഹിതങ്ങളിൽ പിശാചിങ്ങനെ തേനൊഴിച്ചു കൊടുക്കുക. എന്ന വിഹിതമായ ദാമ്പത്യ ജീവിതത്തിലോ അതിങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അല്ലെ, ചോറെടുക്ക് കഴിച്ച് എവിടെ എന്നാ ശരി പോയി കിടന്നുറങ്ങി. നേരം വെളുത്ത് മുമ്പിൽ കുളിച്ച് മുമ്പിൽ പോയി അല്ലേ, വീട്ടുകാരിയായിട്ട് ഓളം പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് മക്കളൊക്കെ സ്കൂൾ തുറന്നേച്ച് ഓരോ കാര്യങ്ങൾ. പിന്നെ അടുത്തൊരു ഫോൺ വരുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങണം, വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിക്കണ സാധനം വേണം. ഇപ്പൊ ഞമ്മക്ക് വേണ്ട സാധനങ്ങൾ ഓരോട് പറയും, ഓർക്ക് വേണ്ട സാധനം ഞങ്ങളോട് പറയും. ദാറ്റ്സ് ഓൾ. അവിടെ പ്രത്യേകിച്ച് റൊമാൻസ് ഒന്നുമില്ല. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ചക്കട്ടപ്പ് മൊയിലിട്ടി ഇറമാതിരി കുട്ടികളങ്ങനെ ആ സമയത്തിന് അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിലെവിടെയാണ് സ്നേഹമുള്ളത്? ഇതിലെവിടെയാണ് വാത്സല്യമുള്ളത്? ഇതിലെവിടെയാണ് നമ്മൾ പരസ്പരമുള്ള ആ വല്ലാത്തൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആ പെരുമാറ്റമുള്ളത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മര്യാദക്കാണ് കുടുംബത്തെ പോറ്റിയത്, എത്ര സ്നേഹത്തോടെയാണ് സ്ത്രീകളോട് പെരുമാറിയത്. അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല,
പുരുഷന്മാർക്കുള്ളതാണ്. അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, സ്ത്രീകൾക്കുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സ്നേഹവും, അവിടുന്ന് കാണിച്ച വാത്സല്യവും, അവിടുന്ന് കാണിച്ച ബഹുമാനവും, അവിടുന്ന് കാണിച്ച ആ ഒരു കെയറും, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ ദീനിയായിട്ട് തന്നെ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഭാര്യയും ഭർത്താവും അവർ ദീനിയായിട്ട് മുന്നോട്ട് പോവാണ്. ദീനിയായിട്ട് മുന്നോട്ട് പോവാ. നമ്മൾ കൈ പിടിച്ചു കൊണ്ടുവന്ന ഒരാള് നമ്മുടെ കീഴിൽ സന്തോഷത്തോടെ കഴിയണം, വളരെ സംതൃപ്തിയോടെ കഴിയണം. നമ്മുടെ ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരെ ഒരുപാട് കാഴ്ചകൾ കണ്ട് ഒരുപാട് ആളുകളുമായിട്ട് കൈകാര്യങ്ങൾ നടത്തി തിരിച്ചു വരുമ്പോ ഒരു അന്യ പെണ്ണിലേക്ക് ഒരു ചെറിയ ആകർഷണീയത പോലും തോന്നാത്ത വിധത്തിൽ എല്ലാ പരിഗണനയും സ്നേഹവും ബഹുമാനവും അനുസരണവും വകവെച്ചു കൊടുക്കാൻ ഇസ്ലാം നമ്മളോട് പറയുന്നുണ്ട്, സ്ത്രീകളോട്. അതുകൊണ്ട് അയാൾ വിളിച്ചാൽ നീ വരണം, അയാൾ ആവശ്യപ്പെട്ടാൽ നീ സമ്മതിക്കണം. നീ കയ്യിൽ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നീ അയാളുടെ വിളിക്ക് ഉത്തരം കൊടുക്കണം. അങ്ങാടിയിൽ വെച്ച് നിങ്ങൾക്ക് വല്ല പൈശാചികതയും ബാധിച്ചാൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങണം. വീട്ടിലേക്ക് മടങ്ങെങ്ങനെ? വീട്ടിലേക്ക് മടങ്ങെങ്ങനെ? ചിലർക്ക് പറയാം നമ്മൾ 12:30 വരെ അങ്ങാടിയിൽ ഇരിക്കും, അപ്പൊ ഇതിനോട് ഉറങ്ങും, എല്ലാ വീട്ടിൽ കയറി കിടന്നു. എന്ത് ഒന്ന് പറഞ്ഞ് രണ്ടിന് കച്ചറയാവാണ്, പ്രശ്നമാവാണ്, ഒരു സമാധാനം കൊടുക്കുന്നില്ല അല്ലെ? ഈ വയലിൽ ഉണ്ടാവും ഒരു പ്രത്യേക ജന്തു, ശബ്ദം ഉണ്ടാക്കണേ. ഇതേപോലെയാണ് ചില ആൾക്കാർക്ക് സ്വന്തം ഭാര്യ അതങ്ങനെ ചെവിയിൽ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ചെവിയില്. ഇതൊക്കെ മാറണം. അവിടെയും ദീന് പാലിക്കണം. ഇണകൾ തമ്മിലുള്ള ബഹുമാനവും സ്നേഹവും ആദരവും. പുരുഷന്മാർ പ്രത്യേകിച്ചും കുടുംബത്തിന്റെ അത്താണിയാണ്. കുടുംബത്തിന് സമാധാനം കിട്ടണില്ല, കുടുംബത്തിന് സമാധാനം കിട്ടില്ല, കുടുംബത്തിന് സമാധാനം കിട്ടില്ല എന്ന് പറയുന്നത്. ആരാ സമാധാനം ഉണ്ടാക്കേണ്ട ആള്? ആ വീട്ടിന്റെ ഫാദർ ആരാ? ആ വീടിന്റെ ഓണർ ആരാ? നമ്മൾ ആരോടത് പറയണ്ടേ? നമ്മളാണ് പരിഹരിക്കേണ്ട ആള്, വേറെ ആരുമല്ല. മനസ്സിലായില്ലേ? ആ വീടിന്റെ നാഥൻ നമ്മളാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇണകൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാ തരത്തിലുമുള്ള സ്നേഹവും വാത്സല്യവും കെയറും. ഇപ്പൊ ഭർത്താവിനെ ഒഴിവാക്കി വേറെല്ലോലൊപ്പം പോണ ആൾക്കാർ പറയും, അയാൾ എനിക്ക് തന്ന കെയർ, അയാൾ എനിക്ക് തന്ന സ്പേസ്, അയാൾ എന്നെ മനസ്സിലാക്കി, അയാൾ എന്നെ സ്നേഹിച്ചു, അയാൾക്ക് എന്റെ വികാരങ്ങൾ പോലും തൊട്ടറിയാൻ പറ്റി. ഈ രാവിലെ വൈകുന്നേരവും കഠിനാധ്വാനം ചെയ്ത് വീട്ടിന്റെ സ്റ്റോർ റൂമിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ ആള് അവസാനം മൊയന്താവാണ്. അയാൾക്ക് ഇതൊന്നും മനസ്സിലായില്ല. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കാൻ, അവരുടെ വൈകാരിക തലങ്ങളെ തൊട്ടറിയാൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ആയിഷ, നിനക്ക് എന്നോട് ഇഷ്ടമുള്ളപ്പോഴും വെറുപ്പുള്ളപ്പോഴും എനിക്ക് കറക്റ്റ് മനസ്സിലാവും. അങ്ങനെ നബി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇഷ്ടമുള്ള സമയത്ത് നീ അള്ളാനെ പരിചയപ്പെടുത്തുക, മുഹമ്മദിന്റെ റബ്ബ് എന്നാണ്. എന്നോട് വല്ല നീരസമുള്ള സമയത്ത് നീ അള്ളാനെ പരിചയപ്പെടുത്തുക, ഇബ്രാഹിം നബിന്റെ റബ്ബ്. അങ്ങനെ തന്നെ ചോദിച്ചു. ആണ്. നബിക്ക് ആയിഷ ബീവിയുടെ ആ പെരുമാറ്റത്തിന് വർത്താനത്തിന് ചേഞ്ച് പോലും ടേക്ക് ചെയ്യാൻ പറ്റും. അത്രയും റസൂലുള്ള ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു അവരുമായി. വിഷമം ഉണ്ടാവുമ്പോ ചേർത്ത് നിർത്താൻ എല്ലാവരും ആഗ്രഹിക്കും. ഒന്നും വേണ്ട, മുമ്പ് എന്നൊന്ന് ചേർത്തൊന്ന് ഹഗ് ചെയ്താൽ മതി, എന്നാൽ തന്നെ എന്റെ എല്ലാ സങ്കടം പോവും എന്ന് പറയുന്ന ആൾക്കാര്. ഇത് ചെറിയ കുട്ടിയാണല്ലോ എന്നാണ് മൂപ്പര് കാഴ്ചപ്പാട്, അല്ലെ? അപ്പൊ അവിടെ ഒരു കെയറാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയും ഹറമിൽ പോയി. ആയിഷ ബീവിക്ക് അവിടെ എത്തിയപ്പോ പീരീഡ്സ് ആയി, ഭയങ്കര സങ്കടമായി. അപ്പൊ റസൂൽ ആയിഷ ബീവിയെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ആയിഷ വിഷമിക്കണ്ട, അതൊക്കെ പടച്ചോൻ സ്ത്രീകൾക്ക് വെച്ച പ്രകൃതിപരമായ ഒരു കാര്യമാണ്, അതുകൊണ്ട് വിഷമിക്കേണ്ട, തവാഫല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെയൊക്കെ റസൂലുള്ളാഹി സംരക്ഷണം കൊടുക്കുകയാണ്. ആ ഒരു സ്നേഹവും ആ ഒരു വാത്സല്യവും എല്ലാറ്റിലും ഉണ്ടായിരുന്നു. അത് കയ്യിന്ന് സ്ഫടികത്തിന്റെ പാത്രം തട്ടിയിട്ട് നിലത്ത് വീണ് പൊട്ടിത്തെറിച്ചപ്പോ റസൂലുള്ളാഹി മുട്ടുകുത്തി പെറുക്കിയെടുത്തു. കാരണം ഒരിക്കൽ നബിയോട് ചോദിച്ചിരുന്നു, നബി നിങ്ങൾക്ക് ആരെ ഏറ്റവും ഇഷ്ടം ചെയ്യും? നബിനോട് ഒരിക്കൽ ചോദിച്ചു, നബി നിങ്ങൾക്ക് ആരെ ഏറ്റവും ഇഷ്ടം? ചോദിച്ച ആള് വിചാരിച്ച് അയാളെ പേര് പറയുന്നത്, കാരണം എല്ലാരോടും നബി അങ്ങനെ പെരുമാറിയത്. അപ്പൊ റസൂൽ പറഞ്ഞു, ആയിഷ
എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷനെയാണ്. അത് സ്ത്രീകളാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ മൂപ്പരോട് ചോദിച്ചു നോക്കണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? നിങ്ങളോട് ചിലപ്പോ നിങ്ങളെ പേരെന്ന് പറഞ്ഞ് എന്ന് വന്നേക്കാം. ഇത് സ്വഹാബിമാരോട് ചോദിച്ച് സ്വഹാബിമാരോട് പറഞ്ഞു ആയിഷ. അപ്പൊ പറഞ്ഞു അത് പെണ്ണല്ലേ, ആണുങ്ങൾ ആരാണ്? അപ്പൊ റസൂൽ പറഞ്ഞു അബൂഹ, അവളുടെ ബാപ്പ അബൂബക്കറാണ്. അപ്പൊ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമാണ് ആയിഷ ബീവിനെന്ന് എപ്പോ ഒരു വികാരത്തിന്റെ തള്ളിച്ചുണ്ടാവുമ്പോ പറഞ്ഞല്ല, നോർമലായി നിൽക്കുമ്പോ പറഞ്ഞാണ്. അത് റസൂലുള്ള എല്ലാ സമയത്തും പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈവൻ ആയിഷ ബീവിക്കെതിരെ വ്യഭിചാര ആരോപണം നടന്നപ്പോൾ പോലും പ്രവാചകന്റെ നാവിലൂടെ ഒരു നോവിക്കുന്ന വാക്ക് പോലും ആയിഷ ബീവിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. റസൂൽ ക്ഷമിച്ചും സഹിച്ചും പ്രാർത്ഥിച്ചും കാത്തിരിക്കുകയാണ് വഹി. മനസ്സിലായില്ലേ? ആയിഷ ബീവിനോട് ക്ഷമിക്കാനും പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും വേണ്ടി ആവശ്യപ്പെടുക. അതുകൊണ്ട് ഒരു സ്ത്രീ അനിവാര്യമായിട്ടും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം അവർക്ക് നമ്മൾ കൊടുക്കുന്ന സംരക്ഷണവും ആ ഒരു ടച്ചിങ്ങും, അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു സംരക്ഷണവും, അവർക്ക് കിട്ടേണ്ട ആ ഒരു പ്രോത്സാഹനവും അംഗീകാരവും. ഒരു പുരുഷന് ഏറ്റവും പ്രധാനമായി കിട്ടേണ്ട കാര്യം അനുസരണമാണ്. ഇന്നിപ്പോ ഫെമിനിസ്റ്റുകളും മറ്റുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറയാ നിങ്ങൾ ആണിന്റെ അടിമയല്ല, അതല്ല, ഇതല്ല എന്നൊക്കെ പറയുമ്പോ സത്യത്തിൽ സംഭവിച്ചു പോകുന്ന എന്താണ്? പുതിയ ന്യൂജൻ ഹസ്ബൻഡിനെ പേരൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, എടാ എന്നൊക്കെ വിളിക്കുന്ന. അതിന് പല കാരണങ്ങളുണ്ട്. എടയിന്ന് കിട്ടിയതാവും സ്വാഭാവികമായിട്ടും. അപ്പോ അങ്ങനെ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാവാം. വൈന്ന് കണ്ടുമുട്ടി പരിചയമായി, അങ്ങനെ അതായി, കുറെ കാലം ഇങ്ങനെ അപ്പേറക്കായി, അങ്ങനെ നടക്കുന്ന സമപ്രായക്കാര്, അവിടൊക്കെ കുറെ സംഗതികൾ ഉണ്ടാവാം. പക്ഷെ ഒരു വേറെ ടൈപ്പ് കോലത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഒരു പെണ്ണ് ഏറ്റവും അധികം ബഹുമാനിക്കേണ്ട, ഏറ്റവും അധികം അനുസരിക്കേണ്ട, ഏറ്റവും അധികം പടച്ചോൻ കഴിഞ്ഞാൽ കീഴ്പ്പെടേണ്ടത് സ്വന്തം ഭർത്താവിനുണ്ട്. അതെന്താണ്? ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു മലക്കുകളോട്. എന്ത്? ആദമിനുള്ള ഇക്റാമാണ്, അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഭർത്താവിന് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്, ഭർത്താവിനുള്ള ആദരവാണ്. അല്ലാതെ നമ്മൾ കുറഞ്ഞു പോവല്ല, കൊച്ചായി പോവല്ല. അതുകൊണ്ട് ആ ഒരു നിലയ്ക്ക് അവിടങ്ങളിലെല്ലാം ഇസ്ലാമികമായ കാര്യങ്ങൾ നമ്മൾ പാലിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ട കാര്യങ്ങൾ കൈമാറുക. ഒരു മനുഷ്യന് വിശക്കുമ്പോ ഭക്ഷണം കഴിക്കണം, ദാഹിക്കുമ്പോ വെള്ളം കുടിക്കണം എന്നതുപോലെ നിർബന്ധമാണ് ദമ്പതികൾക്കിടയിൽ ലൈംഗികമായിട്ടുള്ള തേട്ടങ്ങൾ പൂർത്തിയാവുക എന്നുള്ളത്. അതിൽ ഒരുപാട് ആളുകൾ കംപ്ലൈന്റ് പറയുന്ന ഒരു കാലമാണ് ഇന്ന്. ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളെ അതിന്റെ ഉമ്മയെയും സ്വന്തം വീട്ടിൽ പറഞ്ഞയച്ചിട്ട് ഇയാൾ ഒറ്റയ്ക്ക് നടക്കുക. എന്ത്? മൂപ്പർക്ക് ഫോണ് മതി, ഫോണിലെ കാഴ്ച മതി, ചെക്കന്മാര് മതി എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായത്? ഇത് കുടുംബത്തിന്റെ അഴകും പിടിയും തകർന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾ അതിലൂടെ ഇങ്ങനെ മുഴുകി ജീവിക്കുകയൊക്കെ, നമുക്കിപ്പോ അതിനെ കുറിച്ചൊരു ബോധവും കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അയാൾക്ക് വേണ്ടി വരും. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഇസ്ലാമിലെ അദബുകൾ. എന്താ? നിങ്ങൾ ഒരു വട്ടം ഭാര്യയും ഭർത്താവും തമ്മിൽ പിന്നെ സംഭവിച്ച് രണ്ടാമത്തെ വട്ടം വേണമെങ്കിൽ ഒതെടുത്ത് വരണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ച മര്യാദ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത്രയും ആ ഒരു നീഡ് പൂർത്തീകരിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഒരു പെണ്ണിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അവരോട് സംസാരിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം, അവിടെ തൊട്ടാൽ ഉണ്ടാകുന്ന സന്തോഷം, അതൊക്കെ ഭാര്യമാർ പൂർത്തീകരിച്ചു കൊടുക്കും. ഒരു പുരുഷനിൽ നിന്ന് ഭാര്യ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം. മനസ്സിലായില്ലേ? അത് ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാര്യയും ഭർത്താവും ഏറ്റവും നല്ല സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് മക്കൾ കാണേണ്ടത്. ഭാര്യയും ഭർത്താവും തമ്മിലടിക്കുന്ന വീടുകളിൽ വളരുന്ന കുട്ടികള് സ്വാഭാവികമായിട്ടും അവർ അക്രമവാസനയുള്ളവരാകാം, ഡിപ്രഷൻ ഉള്ളവരാകാം, അവർക്ക് ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നവരാകാം, ഭാവിയിൽ പരാജയം നേരിടുന്നവരാകാം. അതുകൊണ്ട് നമ്മുടെ മക്കളെ കൂടെ നമ്മൾ ദ്രോഹിക്കരുത്. എത്രത്തോളം നമുക്ക് വിട്ടുവീഴ്ചയും ക്ഷമയുമാകാൻ പറ്റും അത്രത്തോളം വിട്ടുവീഴ്ചയും ക്ഷമയുമായിട്ട് കുടുംബത്തെ സമാധാനപൂർണമായിട്ട് കൊണ്ടുപോകാൻ രണ്ട് കൂട്ടരും പണിയെടുക്കണം. മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദീനിയായ ചുമതലയാണ് തർബിയത്ത് കൊടുക്കുക.
അതും ഇബാദത്താണ്. ലോകത്ത് പ്രവാചകന്മാർ ചെയ്ത പണി എന്താ? തർബിയത്താണ്. മക്കൾ വളരെയല്ല, വളർത്തണം വേണ്ടി. മക്കൾക്ക് തർബിയത്ത് കൊടുത്ത് വളർത്തണം. അവരുടെ ഗുണങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കുറവുകളെ അതിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് അവരെ കൊണ്ടു നടക്കാനുള്ള ശ്രദ്ധ ഉണ്ടായില്ലെങ്കിൽ കുട്ടികൾ മിസ്സായി പോകും. ചെറുപ്പത്തിലെ ആ ഹൃദയങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇട്ടുകൊടുക്കണം. നമ്മുടെ വീട്ടിലൊരു സിനിമ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ കുട്ടി കള്ളുകുടിക്കാം, കുട്ടി പ്രണയിക്കാം, ഭാവിയിൽ കവർച്ച നടത്താം, കൊലപാതകങ്ങൾ നടത്താം. ഇതിനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതൊക്കെ ഇപ്പൊ നിങ്ങളിങ്ങനെ പ്രവചിക്കാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ കേരളക്കരയിലുണ്ടായ കൊലപാതകങ്ങള്, അക്രമങ്ങള്, ബാങ്ക് കവർച്ചകള്, പ്രണയങ്ങള് ഒക്കെ പരിശോധിച്ചു നോക്കി. ഒക്കത്തിനും പ്രേരണമായിട്ടുള്ളത് ഈ മീഡിയ സിനിമകളും സീരിയലുകളും റീൽസുകളും ഷോർട്സുകളുമാണ്. ഒരു സംശയവുമില്ല. കാമുകിനെ വെട്ടിനുറുക്കി ഫ്രിഡ്ജ് കയറ്റിയത് ഗൂഗിളില് നിരന്തരമായി കണ്ടിട്ടുള്ള വെബ് സീരീസ് കണ്ടിട്ടാണ്. മലയാളത്തിലെ ഒരു സിനിമ കണ്ടിട്ട് ഈ കേരളത്തിൽ നിരവധി കൊലപാതകം നടന്നു അല്ലേ? ഒന്നും വേണ്ട, നമ്മളെ തൊട്ടപ്പുറത്ത് ചേലേമ്പ്ര, അവിടെ ഒരു ബാങ്ക് കവർച്ച നടന്നത് ഒരു സിനിമയെ അതുപോലെ കണ്ട് പ്രാക്ടിക്കലാക്കിയത്. മനസ്സിലാവണ്ടോ? അതുകൊണ്ട് വീട്ടിൽ അത്തരം കാര്യങ്ങളല്ല ഉണ്ടാവേണ്ടത്. ഒരു പീസ് റേഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ തലച്ചോട്ടിക്ക് അത് ഇങ്ങനെ കയറിക്കൊണ്ടേ, അതിലുള്ള ഖിറാഅത്ത് അവർ ഓതും, അതിലുള്ള പ്രാർത്ഥന അവർ പഠിക്കും, അതിലുള്ള പാട്ടുകൾ അവർ ചൊല്ലും. അതിൽ അവർ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഓരോന്നിന്റെ ഭവിഷ്യത്തുകൾ അവരിങ്ങനെ പറയും. ഒരു ഉമ്മ പറയണേ, ആ ഉമ്മയും അവരുടെ ഹസ്ബൻഡിനും കച്ചറ കൂടി. കച്ചറ കഴിഞ്ഞിങ്ങനെ രണ്ടാളും രണ്ട് തട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ 3ാം ക്ലാസ് പഠിക്കുന്ന മോളെന്നിട്ട് ചോദിച്ചത്ര ഉമ്മനോട്, ഇപ്പൊ ആർക്കാണ് ശരിക്കും സന്തോഷമായത്? നിങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ട് ഇപ്പൊ ആരെയാണ് സന്തോഷിപ്പിച്ചത്? ഉമ്മ പറഞ്ഞു, ശൈത്താന്. അപ്പൊ കുട്ടി ചോദിക്കണത്ര, എന്തിനാണ് വെറുതെ ശൈത്താനെ സന്തോഷിപ്പിക്കുന്നത്? അപ്പൊ ഒരു 3ാം ക്ലാസ്സിലെ കുട്ടി ഇത്ര ബോൾഡായി സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടായത് എങ്ങനെയാ? കുട്ടി പീസ് റേഡിയോയിൽ കേട്ടതാണ്. കുടുംബ കലഹങ്ങൾക്കും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുമൊക്കെ പിശാചിന്റെ ഇടപെടലും അവരുടെ കലഹങ്ങളുടെയും മക്കാണങ്ങളുടെയും പിന്നിൽ പിശാചിന്റെ സ്വാധീനവും ഒക്കെ റേഡിയോന്ന് കേട്ടതാണ്. അവർ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതൽക്കേ ഉണ്ടാക്കി. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും അല്ലെ? ഒരു വീട് ഉണ്ടാക്കിയാൽ ആ വീട്ടിൽ എന്തൊക്കെ കാര്യം അത്യാവശ്യമാണ്? ആ അത്യാവശ്യത്തിൽ ഒരു അത്യാവശ്യമാണ് ആ വീട്ടിൽ എല്ലായിടത്തും പ്രാർത്ഥനകൾ ഒത്തിച്ചേക്കാണ്. ആ വീട്ടിൽ നിസ്കരിക്കാൻ ഒരു സ്ഥലം അസൈൻ ചെയ്യാണ്. ആ വീട്ടിൽ 7 വയസ്സായ ഒരു കുട്ടിക്ക് നിസ്കാര കുപ്പായം ഉണ്ടാവുക എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് 7 വയസ്സ് തികയുമ്പോ, അത് ആരാധനയായിട്ട് പറയല്ലോ കേട്ടോ, 7 വയസ്സ് തികയുമ്പോ കുട്ടിനെ എല്ലാവരും കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട്, ഇന്ന് നമ്മളെ മോന് 7 വയസ്സ് തികയാണ്, അല്ലെ മോക്ക് 7 വയസ്സ് തികയാണ്, ഇന്ന് നമ്മൾ നിസ്കാരം ആരംഭിക്കണം. അപ്പൊ മോൾക്കുള്ള മുസല്ല, മോൾക്കുള്ള നിസ്കാര കുപ്പായം, മോനുള്ള മുസല്ല, ഇതൊക്കെ കൊടുക്കുക. അപ്പൊ ഓൾക്ക് ഓല മുസല്ലി നിസ്കരിക്കാനും ഓക്ക് ഓല നിസ്കാര കുപ്പായം ഇടാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനെയാണ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഓരോ പ്രായത്തിനും അവരുടെ വികാരത്തിനും വിചാരത്തിനും അനുസരിച്ചുള്ള പെരുമാറ്റം. ഈ 8, 9, 10, 11, 12 ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ അഡോളസൻസ് കയറുണ്ടാവും. 9, 10 ക്ലാസ് ഒക്കെ തുടങ്ങും. ഈ അഡോളസൻസ് കയറുമ്പോൾ കുട്ടികൾ മെല്ലെ ഉൾവലിഞ്ഞു തുടങ്ങും. അപ്പൊ ഇതിന് ഉമ്മാര് തുടങ്ങും, ഓന് വേറെന്താണ് ബന്ധം, നമ്മളോട് സ്നേഹമല്ല, നമ്മളോട് സംസാരിക്കണില്ല, നമ്മളോട് അതാക്കണില്ല, ഇതാക്കണില്ല, ചോദിച്ചാൽ തട്ടിക്കേറുകയാണ്, ഉപദേശിക്കും മോനെ ദേഷ്യം പിടിക്കാണ്, ഇതൊക്കെയല്ലേ പറയല്. അപ്പൊ നമുക്ക് മനസ്സിലാവണം, 10ാം ക്ലാസ്സിൽ നിന്ന് 12ാം ക്ലാസ്സിൽ നിന്ന് ഡിഗ്രി പ്രായത്തിൽ ഈ കുട്ടി ടീനേജസിലാണുള്ളത്. അപ്പൊ നമ്മൾ അവനോട് എങ്ങനെ പെരുമാറണം? ഒരു ഫ്രണ്ടിനെ പോലെ പെരുമാറണം. അവനെ റെസ്പെക്ട് ചെയ്ത് അവനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് അവനെ ചിന്തിപ്പിച്ചുകൊണ്ട് അവനോട് സംസാരിക്കണം. അവന്റെ നെഗറ്റീവ് പറയുന്നതിനേക്കാൾ പോസിറ്റീവ് പറയണം. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, രാത്രി നമസ്കരിച്ചിരുന്നെങ്കിൽ. അപ്പൊ നബി രാത്രി നിസ്കരിക്കണട്ടോ ഈ എന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞ എന്താ? അബ്ദുള്ള, എത്ര നല്ല കുട്ടിയാണ് മോനെ ഈ.
ഈ നല്ലൊരു മോനാണ് എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ള നീ രാത്രി നിസ്കരിക്കണമെന്ന് ഉപദേശിക്കുന്നത്. അപ്പൊ നമ്മള് എല്ലാത്തിനും തെങ്ങിനും കൗങ്ങിനൊക്കെ ഒരേ തളപ്പേ അല്ലെ? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരേ സൗണ്ടിൽ ചീത്ത, വായിച്ചിട്ടില്ലെങ്കിൽ അതേ സൗണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് അതേ സൗണ്ട് അല്ലെ, ബുക്ക് വെക്കേണ്ടടുത്ത് വെച്ചില്ലെങ്കിൽ അതേ സൗണ്ട്, ഒക്കെ ഒരേ സൗണ്ടിൽ ഒരേ പണിഷ്മെന്റ് അല്ലെ, ഒരേ വോയിസിലുള്ള ഷൗട്ടിംഗ് ആണ് കുട്ടികൾ കേൾക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു ഈക്വൽ കൺസിഡറേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയല്ല. അങ്ങനെ ഉണ്ടോ? എല്ലാ കുറ്റം ചെയ്ത ഒരേപോലെ അല്ല. അപ്പൊ കുറ്റത്തിനനുസരിച്ചുള്ളതായിരിക്കണം നമ്മുടെ പെരുമാറ്റം. നമ്മുടെ ദേഷ്യം തീർക്കാനല്ല. എനിക്കൊണ്ട് ഈ പത്തിരി പരത്താനുള്ള കുഴല് കുറച്ച് നീളത്തിൽ വാങ്ങുന്നത് അടിക്കാനും കൂടിയാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ അത്ര നീളത്തിന്റെ ആവശ്യമില്ലാതാണ് എന്റെ അഭിപ്രായം അല്ലെ. അത് എല്ലാത്തിനും ആ സാധനം പറ്റും. നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുളിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒക്കെ. അതുകൊണ്ട് കുട്ടികൾ പറയും ഇമ്പോഷ്യം വേണ്ട സാറേ, അടിച്ചോളി അറിയും. ചെറുപ്പം മുതലേ കിട്ടി ശീലിച്ചാണ്. തൊട്ടില് മുതൽ കിട്ടി ശീലിച്ച കുട്ടികൾ. തൊട്ടില് മുതൽ കുറെ നേരം പാട്ട് പാടി നമ്മളെ സ്റ്റോക്കുള്ള ആൽബം മുഴുവൻ പാടി തീർന്നിട്ടും ഇയാൾ ഇങ്ങനെ ഉണ്ട കണ്ണായിട്ട് നിൽക്കുമ്പോ ചിലപ്പോ ഉറക്കത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ അല്ലെ, കുട്ടിക്ക് ഉറക്കത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനും ഉറങ്ങിയില്ലെങ്കിലുള്ള അപകടങ്ങളെ കുട്ടിയെ തെര്യപ്പെടുത്താനും വേണ്ടിയിട്ട് കൊടുക്കുന്ന അടി. അപ്പോഴല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമ്പോഴാണ് ഈ അടിയൊക്കെ വരുന്നത്, അല്ലാതെ കേസ് നോക്കിയിട്ടൊന്നല്ല. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ബോധത്തോടുകൂടെ കുട്ടികളോട് പെരുമാറാനും അവരോട് സ്നേഹത്തോടെ പെരുമാറാനും അവരെ ദീനിന്റെ കൂടെ കൊണ്ട് നടക്കാനും അവർ നമ്മുടെ മക്കളാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ, നല്ല കൂട്ടുകാരെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ, നല്ലത് കേൾപ്പിക്കാൻ, നല്ലത് പിന്നെ പഠിക്കാൻ, ഇതിനൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി. ഇപ്പോ നമ്മുടെ സ്റ്റുഡൻസ് വിങ് കുറച്ച് പുസ്തകങ്ങൾ ഇറക്കി സമ്മേളനത്തിൽ കുട്ടികൾക്കുള്ള. പിന്നെ കുട്ടികൾക്ക് പൈസ ശേഖരിക്കാൻ ഒരു കുറ്റി, കുറ്റി എന്നല്ല ഇവിടെ പറയാം, അങ്ങനത്തെ ഒരു കുറ്റി ഉണ്ടാക്കി വീടിലൂടെയൊക്കെ ഒട്ടിക്കാനുള്ള ദുആ. എന്റെ വീടൊക്കെ മോള ഒട്ടിച്ച ഫുള്ള് ഒരുപാട് ദുആ. ഇപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെല്ലാം ഇസ്ലാമികമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആക്കണം. അതൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ. ഒരു മാസത്തിൽ നമ്മുടെ വീടിന്റെ കാര്യങ്ങൾ വട്ടച്ചെലവ് എത്ര റുപ്യ? അത്രയൊന്നും എന്തായാലും ഇതിന് വരൂല. അപ്പൊ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക. മദ്രസ സംവിധാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. മദ്രസ കഴിഞ്ഞ കുട്ടികൾ അവരാണ് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുട്ടികൾ. മദ്രസ കഴിഞ്ഞ കുട്ടികളെ നിർബന്ധമായിട്ടും അവർക്ക് വേണ്ട CRE സംവിധാനങ്ങൾ, അതാണ് പിന്നെ വേറെയും പെണ്ണിന് വേറെയും നടത്താൻ പറ്റണേ അങ്ങനെ തന്നെ ചെയ്തു പോകണം. അത് വെറുതെ ഒരു ഒപ്പിക്കൽസ് പരിപാടിയാകരുത്. അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കണം. ആ പ്രായത്തിലാണ് കുട്ടികൾ തെറ്റിപ്പോവാ. ഉപ്പന്റെ കെയർ കുറച്ച് കുറയും, പക്ഷെ കുട്ടിക്ക് ഒരു ടച്ചും ഒരു കെയറും നല്ല നീടുണ്ടാവും. അപ്പൊ കുട്ടി സ്വാഭാവികമായിട്ടും വേറെ ലെവലിലേക്ക് അറ്റാച്ച്ഡ് ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അവിടങ്ങളിലെല്ലാം മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നിടത്ത് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ആ രംഗത്തൊക്കെ ഇസ്ലാമിനെ പരിപൂർണമായിട്ട് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് സംതൃപ്തകരമായ ഒരു കുടുംബ ജീവിതത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, വിശ്വാസികളുടെ പ്രാർത്ഥന വല്ലദീന യഖൂലുന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്ൻ. എപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇമാം ഷാഫി ഉണ്ടാക്കിയതാരാ? ഇമാം ബുഖാരിയെ ഉണ്ടാക്കിയതാരാ? ഇമാം അതാ ഇബ്നു അബീ റബാഹിനെ ഉണ്ടാക്കിയതാരാ? ഒക്കെ ചെറുപ്പത്തിൽ ബാപ്പ മരിച്ചുപോയ മക്കളാണ്. ഈ മക്കളെയൊക്കെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി ലോകം കണ്ട മഹാപണ്ഡിതന്മാരാക്കിയത് ഉമ്മമാരാണ്. മനസ്സിലായോ? ഉമ്മമാരാ. ഗെറ്റ് ടുഗദറിനൊക്കെ വരും. എന്നിട്ട് ഒപ്പം പഠിച്ച ആൾക്കാർക്ക് എനക്കെന്താ ജോലി? ഡോക്ടർ, ഇയോ എഞ്ചിനീയർ, ഇയോ പ്രൊഫസർ, ഞാൻ ഹൗസ് വൈഫ്. അതൊരു മോശമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. എന്നാൽ ലോകം കണ്ട മഹാപണ്ഡിതന്മാരെയും പരിഷ്കർത്താക്കളെയും സാമൂഹിക ഗവേഷകന്മാരെയും അല്ലെ, ലോകത്ത് അറിയപ്പെടുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു ഉമ്മ ഉണ്ട്. അതുകൊണ്ട് ഉമ്മയാവുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. പാരന്റ്സ് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ ഒരു പദവിയല്ല, അത് വലിയൊരു പദവിയാണ്. ആ പദവിയെ മാനിച്ചുകൊണ്ടും
മനസ്സിലാക്കിക്കൊണ്ടും അത് ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുത്ത് ഒരു കൂട്ടുത്തരവാദിത്വമായി കണ്ട് മക്കളെ പോറ്റി വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ സ്കൂളത്തെ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. സ്കൂളത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് അവിടെ എല്ലാം കറക്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊരു വിശ്വാസത്തിൽ പോകും. പക്ഷെ അവിടെ കുട്ടികൾക്ക് ഈവൻ ചില ടീച്ചേഴ്സിൽ നിന്ന് തന്നെ വളരെ മോശപ്പെട്ട ഇൻഫോർമേഷൻസ് പോകുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മോനൊരു പരിപാടിക്ക് ചേർന്നിട്ടുണ്ട്, മോനൊരു പരിപാടിക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും. എന്ത് പരിപാടിയാണ്? ഏത് പരിപാടിയാണ്? ഏത് പാട്ടാണ്? അപ്പൊ ഒരിക്കൽ സിനിമ കാണാത്ത കുട്ടി നല്ല മുട്ടും പാട്ടും മ്യൂസിക്കും ഒക്കെ ഉള്ള സിനിമ പാട്ട് വെച്ച് ഡാൻസ് എടുക്കാനൊക്കെ അവിടെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ അന്തം വിട്ട് അങ്ങനെ നടക്കും. നമ്മൾ തിരക്കിലല്ലേ, നമ്മളറിയില്ല. പിന്നെ മോന്റെ പരിപാടി ഉണ്ട് എന്ന് കാണാൻ പോകുമ്പോഴേക്കാരം ഉള്ളിൽ കൂടെ ഇടിവാള് പോവാ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. കുട്ടി സ്കൂളിൽ എങ്ങനെയാണ്, കുട്ടി ഗ്രൗണ്ടിൽ എങ്ങനെയാണ്, കൂട്ടുകാരോടൊപ്പം എങ്ങനെയാണ്, അതൊക്കെ നോക്കി മനസ്സിലാക്കി നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം അവർക്ക് ദീന് കൊടുത്ത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ച് നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും പടച്ചിറമ്പ് നൽകി എല്ലാറ്റിലും തൃപ്തിപ്പെട്ട് പടച്ചോൻ എനിക്ക് തന്നാണ് എന്റെ മക്കളെയും എന്റെ ഇണയെയും, അവരോടൊപ്പം സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. അതിൽ തൃപ്തിപ്പെട്ട് അല്ലാഹു നീ ഹറാമാക്കിയതിൽ നിന്ന് എനിക്ക് നീ ഹലാലാക്കിയത് മതിയായതാക്കണേ. പടച്ചോ നമുക്ക് തന്ന ഹലാലിൽ മാത്രം തൃപ്തിപ്പെട്ട് സമാധാനത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സന്തോഷിക്കാം. ഇതേ മക്കളോടൊപ്പം സ്വർഗത്തിൽ ആർഭാട ജീവിതം. ഇവിടെ എങ്ങനെ നോക്കിയാലും പരീക്ഷണങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു പരീക്ഷണവും ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ഗേഹമാണ് സ്വർഗലോകം. അതുകൊണ്ട് ഇവിടെ മാത്രം ജീവിച്ചാൽ പോരാ, പരലോകത്ത് സ്വർഗം വരെ നമുക്ക് ഈ കുടുംബത്തോടൊപ്പം എത്തണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ ഒരു കോൺഫറൻസിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന ഈ ഒരു പരിപാടി ഇൻഷാ അള്ളാഹ് ഒരു തുടക്കമാണ്. ഇനി നിരവധി പ്രോഗ്രാമുകൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ ഒരു മണ്ഡലത്തിൽ വ്യത്യസ്ത ശാഖകളിലൊക്കെ നടത്താൻ നമ്മളാണ് മുന്നിട്ടിറങ്ങേണ്ടത്. നമ്മുടെ നാടുകളിലുള്ള ആളുകളുടെ മക്കളുടെ കൂടെയാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. അവിടെ സിനിമ ഉണ്ട്, അവിടെ എല്ലാ വേണ്ടാത്തരും ഉണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ ദീനിലേക്ക് കൊണ്ടുവരേണ്ട പണി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺഫറൻസിന്റെ ഭാഗമായി നമ്മുടെ നാട്ടുംപുറങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള നല്ല പ്രോഗ്രാമുകൾ നടത്താൻ നമ്മുടെ സമ്മേളനത്തിന് ശേഷം തസ്വിയ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അത്തരം ദഅവാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട്. ഓരോ സെക്കൻഡ് കൊണ്ട് നമുക്ക് ഒരുപാട് കൂലി വാങ്ങാൻ പറ്റിയതാണ് സോഷ്യൽ മീഡിയ. അതൊക്കെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തും അതും നോക്കി സമയം തീർക്കുന്നതിന് പകരം നല്ല ഇസ്ലാമിക വിദ്യാഭ്യാസം നേടാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു എല്ലാ ഹൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വീഴ്ചകളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ദുനിയാവിലും പരലോകത്തും സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാവൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മളിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സ്വാതന്ത്ര്യവും സമാധാനവും നിലനിർത്തി തരുമാറാവട്ടെ. ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുക്ക് ആശ്വാസവും രക്ഷയും സമാധാനവും സ്വാതന്ത്ര്യവും തിരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമാറാവട്ടെ. ഏത് സമയത്ത് മരണപ്പെട്ടാലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനായി മരിക്കാൻ, തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവനായി മരിക്കാൻ, റബ്ബിന് നമ്മെക്കുറിച്ച് ഏറ്റവും നല്ല വിചാരമുള്ള സമയത്ത്, നല്ല അഭിപ്രായമുള്ള സമയത്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്ക് എല്ലാവിധ തൗഫീഖും ചെയ്യട്ടെ. പടച്ചോൻ തന്ന ശരീരം, സമ്പത്ത്, കഴിവ്, അറിവ് ഇതെല്ലാം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ ദീനിനെ ഇത്രയും മലീമസമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ദീനിനെ സംരക്ഷിക്കുന്ന കാവലാളുകളായി മാറാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ നമുക്കൊക്കെ ആഴമേറിയ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഇൽമിനെ അമലാക്കാനുള്ള തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.